السلام عليكم ورحمة الله وبركاته. الحمد لله عدد خلقه ورضا نفسه وزينة عرشه ومداد كلماته. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى الدورة الثانية من دروس اللغة العربية لغير الناطقين بها. അള്ളാഹിന്റെ അപാരമായ അനുഗ്രഹത്താൽ നാം ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തീകരിച്ചു. രണ്ടാം ഘട്ടത്തിലാണ് ഉള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം പഴയ ഗ്രൂപ്പിൽ, ഒന്നാം ഘട്ടത്തിന്റെ ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അത് വൈകിയാണ് ചിലപ്പം കിട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും അഭിപ്രായം ആ ഗ്രൂപ്പിലാണ് ഇടേണ്ടത്. കാരണം അതിൽ ചിലപ്പോൾ ഡ്രോപ്പ് ഔട്ട് ആയിപ്പോയ ആൾക്കാർക്ക് കൂടി അറിയാൻ വേണ്ടിയാണ് നിങ്ങളുടെ അനുഭവങ്ങൾ. പോസിറ്റീവ് ആയിരുന്നാലും നെഗറ്റീവ് ആയിരുന്നാലും അനുഭവങ്ങളൊക്കെ ആ ഗ്രൂപ്പിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇടേണ്ടത്. എന്താ പറയണ്ടോ? വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേറ്റ് ആയതാണ്. ഞാൻ നോക്കുമ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി എത്തിയ 3 പേരുണ്ടായിരുന്നു. സമയത്തിന് മുമ്പ് എത്തിയ ഖലീല ബീവി, ഉമാ മഹേശ്വരി, പിന്നെ ആരായിരുന്നു എത്തിയത്? സമീത അസ്ഹർ. ഇത്രയും പേരാണ് സമയത്തിന് മുമ്പ് എത്തിയത്. വലിയ സന്തോഷം ഉസ്താദേ. വലിയ സന്തോഷം. മാഷാ അല്ലാഹ്. ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ. അല്ലാ നിങ്ങൾക്കും ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ. അൽഹംദുലില്ലാഹ്. ഇനിയും കാണണം. അല്ലാ എല്ലാവർക്കും ദീർഘായുസ്സ് തരട്ടെ. ആമീൻ. അപ്പൊ ഇതില് രണ്ടാം ഘട്ടത്തിലാണ്. അപ്പൊ ഒരു ഫ്ലോർ കഴിഞ്ഞ് അടുത്ത ഫ്ലോറിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആണ് വിഷയങ്ങൾ. പണ്ടത്തെ പോലെ കിതാബിനൊന്നും അല്ല പഠിക്കുന്നത്. അപ്പോ ഇത് സീരിയസ് ആണ് എന്ന് സീരിയസ് ആയിട്ട് മനസ്സിലാക്കണം. ഇല്ലെങ്കിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതുപോലെ കുഴപ്പമില്ല, അസദും ദൽവിൻ കിതാബും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാൻ വിചാരിക്കും. അത് 2-3 ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എന്താകും, നമ്മൾ കഴിഞ്ഞു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ട്, കൂടാതെ എക്സസൈസ് തരാൻ ഒരാളിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം നിങ്ങൾക്ക് ക്ലാസിന്റെ സമ്മറി തരും. അങ്ങനെ കുറെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വാട്സപ്പിലൂടെ തരുന്നുണ്ട്. എല്ലാം പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ ചെയ്യേണ്ടതെല്ലാം പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്. പരമാവധി ഉപയോഗപ്പെടുത്തണം, എക്സസൈസുകൾ എഴുതിയിടണം. എങ്കിൽ മാത്രമേ എന്താവുള്ളൂ, പഠനം ശരിയായി നടക്കുകയുള്ളൂ. പിന്നെ പരീക്ഷ എന്ന് പറയുന്നത്, കഴിഞ്ഞ പരീക്ഷ വളരെ ലളിതമായിരുന്നു. നിങ്ങൾക്കറിയാം, വളരെ ലളിതമായിരുന്നു. പരീക്ഷ ഒരു നാമമാത്ര പരീക്ഷയാണ്. മാത്രം എന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ചാലും മാത്രം ലളിതമായ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അത് വേറെ കാര്യം. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെന്ന് ചിലപ്പോൾ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ സിമ്പിൾ ആക്കുന്നതാണ്. കാരണം എല്ലാം പഠിച്ചാലും മാത്രമേ സിമ്പിൾ ആയിട്ട് എങ്ങനെ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ആയത്. അപ്പൊ ആ പരീക്ഷയുടെ മാർക്കല്ല പ്രധാനം, അറിഞ്ഞാൽ നമ്മൾ പഠിക്കുക എന്നതാണ് പ്രധാനം. ഇപ്പൊ പാഠം 1 നമ്മൾ തുടങ്ങാൻ പോവാണ്. പാഠം 1 ദർസുൽ അവ്വൽ. ഇത് ദർസുൽ അവ്വലിൽ നമുക്ക് പഠിക്കേണ്ട പോയിന്റുകൾ ആദ്യം പറഞ്ഞുതരാം. ഇതിന്റെ പോയിന്റുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം ഷഫല ടീച്ചർ ഇതിന്റെ സമ്മറി തരും എന്നതുകൊണ്ട് പോയിന്റുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഏതൊരു പാഠവും പഠിക്കാൻ റിവൈസ് ചെയ്യാൻ വേണ്ടി എടുത്തു വയ്ക്കുമ്പോൾ ഇതിന്റെ സമ്മറി എന്താണെന്നുള്ളത് നിങ്ങൾ നോട്ട്ബുക്കിൽ ആദ്യം കാണും. അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കാൻ. നോട്ട് എഴുതേണ്ടത് ക്ലാസ് നടക്കുമ്പോഴല്ല, രണ്ടാമത്തെ പ്രാവശ്യം ക്ലാസ് കേൾക്കുമ്പോഴാണ് നോട്ട് എഴുതേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം. പേനയൊക്കെ എടുത്ത് വെക്കാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം റെഡി ആയിരിക്കണം. എപ്പോഴും എന്തായിരിക്കണം, റെഡി ആയിരിക്കും. യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്നവരെ. കലം എന്താണ്? മനുഷ്യന്റെ മുസ്ലിമിനെ സംബന്ധിച്ചോളം കലം എന്ന് പറയുന്നത്
കലമൻ കിതാബ് എന്ന് പറയുമ്പോൾ ഒഴിവാക്കാൻ പാടില്ലാത്ത സംഗതി. അപ്പൊ നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഒന്ന് ഇന്ന വാഹവാത്തുഹ, അല്ലെങ്കിൽ ഇന്നയുടെ പ്രയോഗമാണ് പഠിക്കുന്ന ഒന്ന്. അഹവാത്തുഹയില് ഒരുപാട് അഹവാത്ത് പഠിക്കുന്നില്ല. ഇന്നയും ഒരു സഹോദരിയെ പഠിക്കുന്നു ഈ പാഠത്തിൽ. ഇന്നയും ഒരു സഹോദരിയെ പഠിക്കുന്നുണ്ട്. അതേപോലെ ഇന്ന പഠിക്കുന്നത് കൊണ്ട് നാമവാക്യം എന്നാൽ എന്ത്, ക്രിയാവാക്യം എന്നാൽ എന്ത് എന്നത് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. ഇന്ന വരുന്ന രണ്ടു തരം ക്രിയകളുണ്ട്, അല്ല രണ്ടു തരം സന്ദർഭങ്ങളുണ്ട്. രണ്ട് സന്ദർഭങ്ങളുണ്ട്. ഒന്ന് ഇന്ന പ്രത്യേകം തന്നെ വരുന്നതാണ്, ഇന്ന പ്രത്യേകവും അതേപോലെ ബാക്കി നാമവാക്യം പ്രത്യേകവും ഉണ്ടാവും. രണ്ടാമത് ഇന്ന അധികം സർവനാമം, ഇന്നഹു ഇന്നഹും പോലെ ഇന്ന സർവനാമത്തോടൊപ്പം ചേർന്ന് വരുന്ന സന്ദർഭവും പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഇതിലെ ഒരു വിഷയം. മറ്റൊന്ന് ഇന്നയുടെ ഒരു സഹോദരിയായ ലഅല്ല, ഇന്നയുടെ ഒരു സഹോദരിയാണ് ലഅല്ല. ലഅല്ലയുടെ പ്രയോഗം, ഇന്നയുടെ പ്രയോഗം പഠിക്കുന്നു. അപ്പൊ ഇന്നയും ലഅല്ലയും ഒരേപോലെയാണ്. മാത്രമല്ല ഇന്നയുടെ ഉപയോഗം എന്ത്, ലഅല്ലയുടെ ഉപയോഗം എന്ത് എന്നതുകൂടി. ഇന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന തീർച്ചയായും എന്ന് പറയാനില്ല. ഇന്നയുടെ പ്രയോഗം പഠിക്കും, ലഅല്ലയുടെ ഉപയോഗം എന്താണെന്നും. അതേപോലെ നമ്മൾ ദൂ പഠിക്കും. ദൂ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജാത്ത ലഹ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജാത്ത എന്ന് പറയുന്നത് അതിന്റെ സഹോദരിയാണ്, ഒരു സഹോദരിയാണ്. ദൂ എന്നത് സഹോദരന്മാരാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് മൂന്നും മൂന്നും ജാത്ത് എന്ന് പറഞ്ഞ സഹോദരിയും കൂടി ഇതില് ഈ പാഠത്തിൽ നമ്മൾ നന്നായിട്ട് പഠിക്കും. പിന്നെ അതാണോ ഇതാണോ, അതല്ല ഇതാണോ എന്ന ഒരു പ്രയോഗമുണ്ട്. ഇതാണോ അതല്ല ഇതാണോ എന്ന ഒരു പ്രയോഗം ഉപയോഗിച്ചിട്ടാണ് അത് വരിക. അപ്പൊ ഉപയോഗിക്കുന്നത് എവിടെയാണ്, അതേപോലെ അമ്മിന് പകരം വേറൊരെണ്ണം വരും, ഔ വരും. ഉപയോഗിക്കുന്നത് എവിടെയാണ്, ഔ ഉപയോഗിക്കുന്നത് എവിടെയാണ് എന്നതും വരും. ഉപയോഗിക്കുന്നത് എവിടെയാണ്, ഔ ഉപയോഗിക്കുന്നത് എവിടെയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോഴും മറ്റേതെങ്കിലും സന്ദർഭത്തിലും ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പഠനം എളുപ്പമാണ്. കാരണം ഇതുപോലെ എളുപ്പമായി പഠിക്കുന്ന വേറെ ഒരു എഡ്യൂക്കേഷൻ ഇല്ല. കാരണം ദൈനംദിന നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അറബി ഭാഷ. നമ്മൾ നിർബന്ധമായും അറബി ഭാഷ ഉപയോഗിക്കണം. നമസ്കാരത്തിലും അല്ലാത്തപ്പോഴും ഒക്കെ നമ്മൾ അറബി ഭാഷ നിർബന്ധമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ അറബി ഭാഷയിൽ എല്ലാത്തിലും ഈ പറയുന്ന പ്രയോഗങ്ങളൊക്കെ ഉണ്ടാകും. എവിടെ വരുന്ന ഈ പ്രയോഗങ്ങൾ, അതൊക്കെ എന്തായാലും ശ്രദ്ധിച്ചു വെച്ചാൽ നമുക്ക് ഭാഷ പെട്ടെന്ന്. അമ്മും ഔവും. പിന്നെ ഒരു 100,000 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 100,000 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളല്ല, 100ഉം 1000ഉം. 100ന്റെയും 1000ത്തിന്റെയും കാര്യങ്ങൾ കൂടി ഈ പാഠത്തിൽ പഠിക്കാനുണ്ട്. 100,000 അല്ല കേട്ടാ, 100ഉം 1000ഉം. ഇതാണ് ഇതിലെ മുഖ്യമായ വിഷയം. ഒറ്റവാക്കർത്ഥം നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒറ്റവാക്കർത്ഥം ഇംഗ്ലീഷിലുള്ളതും ഇംഗ്ലീഷിലുള്ള നോട്ട്സും അടങ്ങിയ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എല്ലാം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭാരമാകുമോ, വില കൂടുതലാകുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് അതിനെക്കുറിച്ച് പറയാറ്. ഇപ്പോൾ നിങ്ങൾ ഇതിന്റെ കൂടെ നിങ്ങൾ അയച്ച് പൈസ അടച്ചിട്ടുണ്ടാവും. അതിന്റെ കൂടെ ഒരു 140 രൂപ ഇതിന്റെ ഒറിജിനൽ വിലയാണ്. നമ്മളല്ല ഇത് പ്രിന്റ് ചെയ്യുന്നത്, ഇത് മദ്രാസിൽ നമ്മൾ വരുത്തിക്കുന്നതാണ്. മദ്രാസിലാണ് ഇതിന്റെ ദുറൂസ് ലോകത്തിൽ അറബിയുടെ ഒഫീഷ്യൽ പതിപ്പ് ഇറങ്ങുന്നത് മദ്രാസിലാണ്. ഔദ്യോഗികമായ ഡോക്ടർ അബ്ദുറഹീമിന്റെ, ഡോക്ടർ വാണിയമ്പാടി അബ്ദുറഹീമിന്റെ പുസ്തകം ഔദ്യോഗികമായിട്ട് ഇറങ്ങുന്ന മദ്രാസിലാണ്. അദ്ദേഹം തന്നെ തയ്യാറാക്കിയതാണ് ഇംഗ്ലീഷിലുള്ള നോട്ട്സ്. അത് വേണം എന്നുള്ളവർക്ക് ഇതിന്റെ കൂടെ അയച്ചു തന്നാൽ പോസ്റ്റ് ചാർജ് അഡീഷണൽ ആവില്ല. അതുകൊണ്ട് 140 രൂപയാണ്. അത് 200 പേജുള്ളതാണ്. എത്രയെന്ന് പറഞ്ഞാൽ ഈ പുസ്തകം അയച്ചു തരാം. 140 രൂപയും കൂടെ അതിന്റെ കൂടെ നിങ്ങൾ നേരത്തെ അടച്ചതിന്റെ പ്ലസ് 140 കൂടെ അടച്ചാൽ അതിന്റെ നോട്ട്സും കൂടെ. ഇംഗ്ലീഷ് നോട്ടാണ്, വാക്കർത്ഥം ഇംഗ്ലീഷിലാണുള്ളത്. അത് അയച്ചു. ഓക്കെ. നിങ്ങൾക്ക് അയച്ചുതന്ന PDF നോട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അയച്ചുതന്ന PDF നോട്ടുണ്ട്. അത് കൂടാതെയാണ് ഇതിൽ വരുന്നത്. നമ്മൾ മാർക്കറ്റിംഗ് അല്ല, നമുക്ക് വേണമെങ്കിൽ അയച്ചു തരാൻ. അതിനകത്ത് കുറച്ച് കോപ്പികളെ ഇവിടെ കൈവശം ഉള്ളൂ. അപ്പൊ അത് ആവശ്യമുള്ളവർക്ക് അയച്ചു തരാം.
അപ്പൊ പാഠത്തിന് സമ്മറി ആർക്ക് പറയാം? ഈ പാഠത്തിൽ എന്തൊക്കെ വരുന്നെന്ന് ആർക്ക് പറയാം? അസ്സലാമലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. അന്നയുടെ ഉപയോഗം, ഇന്നെ ഇന്നയുടെ ഉപയോഗം, ലാല്ലയുടെ ഉപയോഗം, അമ്മിന്റെ ലാ- ഉപയോഗം, ആ പിന്നെ അമ്മല്ലെങ്കിൽ ആവും, അമ്മ അല്ലെങ്കിൽ ആവും. ദൂവിന്റെ ഉപയോഗം. ദൂവിന്റെ പ്രയോഗം. ശരി, ജസാക്കല്ലാഹു ഖൈറൻ യാ ഫരീദ് അസ്ഗർ. ആമീൻ. അപ്പൊ ഇത് എഴുതി വയ്ക്കാൻ പറയാത്തതുകൊണ്ടാണ് ആർക്കും ഓർമ്മ വയ്ക്കാത്തത്. ഇപ്പൊ എല്ലാവരും ഓർമ്മ ചെയ്യില്ല. അപ്പൊ ഇത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? റിവൈസ് ചെയ്യണം. പാഠം നമ്മൾ പാഠത്തിലേക്ക് കിടക്കാം. അതുപോലെ വിഷയത്തറിഞ്ഞ് എല്ലാവരും ദർസുൽ അവ്വൽ. അസ്സലാമു അലൈക്കും ഹാഷിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ നമ്മൾ അസ്സലാമു അലൈക്കും മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതാണ് പൂർണ്ണമായ സലാം എന്നുള്ളത്. ഇതാണ് പൂർണ്ണമായ സലാം. ഒരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദേഹം കടമ നിർവഹിച്ചു. അടുത്ത റഹ്മത്തുള്ളാഹി കൂടെ പറഞ്ഞു. അപ്പോ അദ്ദേഹത്തിന് കൂടുതൽ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്തു. അടുത്ത ആൾ വന്നിട്ട് ബറകാത്തും കൂടെ പറഞ്ഞു, റഹ്മത്തുള്ളാഹി ബറകാത്തു. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അതിനും അധികം പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്തു. അതാണ് സലാമിന്റെ പ്രത്യേകത. പിന്നെ മറുപടി പറയുമ്പോൾ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ ആഡ് ചെയ്യാം. അതുപോലെ ജന്നത്തുഹു മിന്നത്തുഹു ഒക്കെ. ഹാഷിം കൈഫ ഹാലുക യാ ഉസ്താദു. യാ ഉസ്താദു, യാ വന്നപ്പോ എന്താണ്? അവസാനത്തിൽ നമ്മാണ് വരിക, ഒറ്റ പദമാണെങ്കിൽ. ശ്രദ്ധ, ഇവിടെ നിന്ന് അടയാളമില്ല. അപ്പോൾ അടയാളമൊക്കെ നമ്മൾ കൂടുതലാണ് വായിക്കേണ്ടത്. അടയാളം കൊടുത്ത് വായിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലഅല്ലക ബിഖൈരിൻ, അവിടെ ആദ്യം വന്നത് ലഅല്ലയാണ്. ലഅല്ലക ബിഖൈരിൻ. അപ്പൊ ഖൈർ എന്നത് എന്താണ്? പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുക, നെഗറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുക? പോസിറ്റീവ്. മരിയൽ എന്ന് പറഞ്ഞാലോ നെഗറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുക, പോസിറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുക? നെഗറ്റീവ്. അപ്പം ഇവിടെ ഖൈറിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ലാൽ എന്താണ്? ആകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മള് ഒരാളെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ലഅല്ലക ബിഖൈർ, സുഖമാണല്ലോ അല്ലേ? സുഖമെന്ന് കരുതുന്നു. നമ്മളെ കത്തൊക്കെ വായിക്കുമ്പോൾ സുഖമാണെന്ന് കരുതുന്നു. അതിനാണ് ലഅല്ല, പ്രതീക്ഷയുടെ പ്രയോഗമാണ്. ലഅല്ല എന്താണ്? പ്രതീക്ഷയുടെ പ്രയോഗമാണ്. എപ്പോഴാണെങ്കിൽ പറയുന്ന കാര്യം പോസിറ്റീവ് ആണെങ്കിൽ. പ്രതീക്ഷയാണ്. അപ്പൊ ഉസ്താദ് എന്താ വിശേഷം, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ആരോഗ്യം? ലഅല്ലക ബിഖൈർ, സുഖമാണല്ലോ, സുഖമാണെന്ന് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ്. അൽ മുദരിസ്, അധ്യാപകൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്. ഹംദുലില്ലാഹ് പൂർണ്ണമായിട്ട് പറഞ്ഞാൽ ലില്ലാഹി, ഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹ്. വകൈഫ ഹാലുക അൻത യാ ഹിശാം യാ ഹാഷിം. വകൈഫ ഹാലുക, ആൻഡ് വാട്ട് അബൌട്ട് യു എന്നാണ്. അപ്പൊ ആൻഡ് നിന്റെ കാര്യമോ എന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കും. അന ഉഹിബ്ബുക കസീറൻ. അന ഉഹിബ്ബുക, ഞാൻ ഉഹിബ്ബുക, നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ ഇഷ്ടപ്പെടുന്നു. അന ഉഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെടുന്നു. കസീറൻ, ധാരാളം. ഞാൻ നിന്നെ ധാരാളമായി ഇഷ്ടപ്പെടുന്നു. യാ ഹാഷിം. കൈഫ ഹാലുക യാ ഹാഷിം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും. കൈഫ ഹാലുക യാ ഹാഷിം എന്ന് പറഞ്ഞാൽ സെന്റൻസ് പൂർത്തിയായി. അൻത എന്തിനാണ് അവിടെ ചേർത്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു കൈഫ ഹാലുക യാ ഉസ്താദ്. അപ്പോ ഞാൻ പറഞ്ഞു, തിരിച്ചു പറയാലോ, കൈഫ ഹാലുക അൻത, ആൻഡ് വാട്ട് അബൌട്ട് യു, നിന്റെ അവസ്ഥ എന്താണ് എന്ന് അവിടെ എംഫസൈസ് ചോദിക്കുക. വകൈഫ ഹാലുക എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ കുഴപ്പമില്ല. ബാക്കി എന്താണ്? നിങ്ങളെ കാര്യം എന്ന് എടുത്തു പറയുന്നത് കൊണ്ടാണ് അൻത ഊന്നി പറഞ്ഞത്.
ഓക്കെ. യാ ഹാഷിം ഇന്നക താലിബുൻ ദക്കിയുൻ. ഇന്നക താലിബുൻ ദക്കിയുൻ. ദക്കിയുൻ ദക്കിയുൻ ബുദ്ധി ബുദ്ധി കൂർമ്മതയുള്ളയാണ്. നീ ഒരു ബുദ്ധിമാനായ സ്റ്റുഡന്റ് ആണ്. ദക്കിയും ദക്കിയുൻ ഇന്റലിജന്റ്. ദക്കിയുൻ പ്രയത്നശാലി. പ്രയത്നശാലി. പ്രയത്നശാലിയല്ല. ദക്കി എന്ന് ബുദ്ധി പറഞ്ഞാൽ ഇന്റലിജന്റ്, ബുദ്ധി കൂർമ്മതയുള്ള. ബുദ്ധി കൂർമ്മതയുള്ള. അല്ല, മുജ്തഹിദ് എന്നുള്ളത് അതല്ല. ആ അത് പറഞ്ഞില്ല. ഇന്നക താലിബുൻ ദക്കിയുൻ വമുജ്തഹിദുൻ. ഹാർഡ് വർക്കിംഗ്. അത് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. മുജ്തഹിദ് ഹാർഡ് വർക്ക്. നീ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ദക്കിയാണ്, ഇന്റലിജന്റ് ആണ്, അതേപോലെ ഹാർഡ് വർക്കിംഗ്. വദൂ ഖുലുഖിൻ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സബ്ജക്റ്റ് അവസാനം പറഞ്ഞത് ഈ പോയിന്റുകളിൽ. ഇപ്പൊ ആദ്യം വന്നു ലഅല്ല വന്നു, രണ്ടാമത് ദൂ വരിക. ദൂ ഖുലുഖിൻ. അപ്പൊ ദൂവിന് ശേഷമുള്ളത് എപ്പോഴും എന്താണ്? കെസ്റ് കൊടുത്താണ് പറയേണ്ടത്. ദൂ എന്ന് പറഞ്ഞാൽ ഹാവിങ് എന്നാണ്, ഉള്ള എന്നാണ്. എന്തുള്ളത് എന്ന് പറയുന്നു? ഖുലുഖ് എന്ന് പറഞ്ഞാൽ സൽസ്വഭാവം എന്നാണ്. നമ്മള് മദ്രസയിൽ പഠിക്കുമ്പോൾ അഖ്ലാഖ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. എന്താ അർത്ഥം? അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ സൽസ്വഭാവം എന്നാണ്. ഇവിടെ ദൂ ഖുലുഖ് എന്ന് പറഞ്ഞാൽ നല്ല ബിഹേവിയർ ഉള്ള ആളാണ് എന്നർത്ഥം. ഖുലുഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്തായാലും പറയാ, പദാനുപദാർത്ഥം പറഞ്ഞാൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവം. പക്ഷെ ദൂ ഖുലുഖിൻ എന്ന് പറഞ്ഞാൽ ഗുഡ് ബിഹേവിയർ എന്ന അർത്ഥത്തിലാണ്. നല്ല സ്വഭാവമുള്ള ആളാണ്. അപ്പൊ ഒരാൾ നല്ല സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അധ്യാപകൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത്? ലിഅന്നഹു ത്വാലിബുൻ ദക്കിയിൻ വമുജ്തഹിദ് ദൂ ഖുലുഖ്. ദക്കിയാണ്, മുജ്തഹിദാണ്, ദൂ ഖുലുഖാണ്. ഇടയിൽ വേറെ ആരും വിട്ടു കേട്ടോ. ഇന്നക്ക പറഞ്ഞു. ഇന്നക്ക ആദ്യം പറഞ്ഞത് ലാല പറഞ്ഞു, പിന്നെ ഇന്നയാണ് വരുന്നത് കേട്ടോ. ഇന്നക്ക വരുമ്പോഴത്തേക്ക് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതില് അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആരാണ്? അലി യശ് കാമിൽ, ഇസ്മു കാമിൽ, അലിമോൻ. അലിമോൻ. ഓക്കെ. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ എവിടെ വരെ എത്തി? 3 സെമസ്റ്റർ, ഓക്കെ. 2 സെമസ്റ്റർ. അപ്പൊ ആദ്യത്തെ സെമസ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യത്തെ ടേമിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്നഹു തീർച്ചയായും അവൻ, ഇന്നഹും തീർച്ചയായും അവൻ, ഇന്നക്ക തീർച്ചയായും നീ, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, innī തീർച്ചയായും ഞാൻ, ഇന്നാ തീർച്ചയായും ഞങ്ങൾ, ഇന്നഹ തീർച്ചയായും അവൻ. അപ്പോ ഇവിടെ പഠിക്കുന്ന ഇന്നയുടെ കൂടെ സർവനാമം ചേർന്നുള്ള രൂപമാണ് ഇവിടെ പറഞ്ഞത്. ഇന്നക്ക തീർച്ചയായും നീ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ന 2 രീതിയിൽ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നു. അതിലെ ഒരു രീതി, രണ്ടാമത്തെ രീതിയാണ് ഇന്ന അധികം സർവനാമം, ഇന്നയുടെ കൂടെ സർവനാമം ചേർന്ന് വരുന്നത്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനില്ല. പക്ഷെ ഇന്നയുടെ കൂടെ സർവനാമം ചേർന്ന് വന്നാൽ ഇന്നയുടെ ഒരു നമ്മൾ ഇന്ന നാമവാക്യം പറയാൻ പറയാം. എന്തായാലും അതിൽ ഒരുപാട് കാര്യം നമുക്ക് പ്രഥമ ദൃഷ്ട്യാ ചിന്തിക്കാനില്ല. ഇന്നൊക്കെ തീർച്ചയായും നീ എന്താണ്? താലിബുൻ ദക്കിയും. താലിബാണ്, ഒരു സ്റ്റുഡന്റ് ആണ്. എങ്ങനെയുള്ള സ്റ്റുഡന്റ് ആണ്? ദക്കി. നമ്മൾ മുമ്പ് പഠിച്ച വിശേഷണം, താലിബിന്റെ വിശേഷണമാണ് ദക്കി. അതുകൊണ്ടാണ് താലിബിന് അല്ലില്ല, ദക്കിയിനും അല്ലില്ല. താലിബിന് ലമ്മാണ്, ദക്കിയിനും ലമ്മാണ്. അതേപോലെ ആയിരിക്കും വാ ചേർത്താൽ തൊട്ട് മുമ്പുള്ളതിന് എന്ത് അടയാളമാണോ അതേ അടയാളമായിരിക്കും വാ ചേർത്താലും ഉണ്ടാകും. ദക്കിയുൻ വ മുജ്തഹിദുൻ. പിന്നീട് വ ദൂ ഖുലുഖിൻ, ദൂ ചേർത്തത് കൊണ്ട് ഖുലുഖിൻ എന്ന് പറഞ്ഞു. ദൂവിന് ശേഷമുള്ളത് ഖുലുഖിൻ എന്നായിരിക്കും. ദൂവിന്റെ സഹോദരന്മാരാരൊക്കെയാണ്? ദൂ ആണ് 3 സഹോദരന്മാര്. ദാത്ത് അതിന്റെ സഹോദരികൾ. ഒരേ അർത്ഥമാണ്. ദൂ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും അതിന്റെ സ്ത്രീലിംഗം ദാത്താണ് എഴുതുന്നത്. ദാത്ത്. ദൂ ഖുലുഖിൻ. അത് കഴിഞ്ഞിട്ട് ഡോട്ട് ഡോട്ട് ഡോട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു വിഷയം പറയാണ്. അതുകൊണ്ടാണ് 3 ഡോട്ട് ഇട്ടിരിക്കുന്നത്. അമീൻ പാകിസ്ഥാൻ അൻത ആം മിനൽ ഹിന്ദ്. അപ്പൊ നമ്മുടെ പോയിന്റിലെ മറ്റൊരു
കാര്യം. അമിൻ പാകിസ്ഥാന, നീ പാകിസ്ഥാന അൻത, നീ പാകിസ്ഥാനിൽ നിന്നുള്ള ആളാണോ? അം അതല്ല, മിനൽ ഹിന്ദി, ഇന്ത്യയിൽ നിന്നുള്ള ആളാണോ? അപ്പൊ അം ഒരു കാര്യം പറഞ്ഞിട്ട് അം ഉപയോഗിക്കുന്നത് എന്തിനാണ്? അതല്ല ഇതാണോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് അം. അൻതും അശദ്ദു ഖൽഖൻ അം അസ്സമാ, അവിടെ ചേർത്ത് വായിച്ചപ്പോഴാണ് അമിസ്സമാ എന്ന് പറയുന്നത്. ബനാഹ. ബനാഹ. ഓക്കെ, അപ്പൊ അതേപോലെ ഖുർആൻ വായിക്കുമ്പോൾ നിങ്ങൾ നോക്കണം. അം എവിടെയാണ് വന്നിരിക്കുന്നത്? അതിന് തൊട്ട് മുമ്പ് ചോദ്യമായിരിക്കും ഉണ്ടാവുക. 99.9%. ഇതെന്താണ്? ആ മീൻ പാകിസ്ഥാന, അപ്പൊ എന്താണ്? ഒരു ചോദ്യമാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ആളാണോ? അൻത, നീ. അം മിനൽ ഹിന്ദ്, അതല്ല ഇന്ത്യയിൽ നിന്നുള്ള ആളാണോ? യാഹാഷ്. പക്ഷെ അപ്പൊ അം എവിടെ വരുന്നത്? ക്വസ്റ്റ്യന്റെ രണ്ടാം ഭാഗത്തിലാണ്. ക്വസ്റ്റ്യന്റെ ഒന്നാം ഭാഗം എന്താണ്? ആണോ? രണ്ടാം ഭാഗം അതല്ല ഇതാണോ എന്ന് ചോദിച്ചാൽ അം ചേർത്തിട്ടാണ് അതല്ല ഇതാണോ എന്ന് പറയുക. ഔ ചേർത്തിട്ടല്ല. ഔവിന്റെ അർത്ഥവും അതല്ല എന്നാണ്. അതേസമയം ചോദ്യമാണെങ്കിൽ അതിന്റെ ഇതാണോ ചോദിക്കണമെങ്കിൽ അം ആണ്. അമിൻ പാകിസ്ഥാന അൻത അം മിനൽ ഹിന്ദ്. ഓക്കെ, അതേപോലെ ശ്രദ്ധിക്കേണ്ടത് അൻത മിൻ പാകിസ്ഥാൻ എന്നല്ല ചോദിച്ചത്, മിൻ പാകിസ്ഥാൻ അൻത എന്നാണ് ചോദിച്ചത്. അതേപോലെ അപ്പൊ ഹാഷിം എന്ത് പറഞ്ഞു? ഇന്നി. അപ്പൊ ഇന്നയുടെ നേരത്തെ പറഞ്ഞു ഇന്നക്ക എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ഇന്നഹും ഇന്നക്ക ഇന്നക്കും ഇന്നി ഇന്നഹ പഠിച്ചു വെച്ചാൽ പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഇന്നി മിനൽ ഹിന്ദി, മിനൽ ഹിന്ദി, ഞാൻ ഇന്ത്യയിൽ നിന്നുള്ളതാണ്, ഫ്രം ഇന്ത്യ. المدرس وزميلك الذي خرج معك الآن من الفصل. അവിടെ കോമ ഉണ്ടാകും. നമ്മൾ വായിക്കുമ്പോഴും എന്ത് വേണം? വായനയിൽ ഒരു കോമ വേണം. إني من الهند وزميلك الذي خرج معك الآن من الفصل. وزميلك നിന്റെ ക്ലാസ്, നിന്റെ കൊളീഗ്, നിന്റെ സഹപാഠി. زميلك الذي خرج معك, الذي خرج معك. അല്ലദീയുടെ പ്രയോഗം നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അല്ലദീ എന്ന് പറഞ്ഞാൽ ദ വൺ ഹൂ എന്നാണ്. അല്ലദീ ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടവനായ ഒരുവൻ. അല്ലദീ ഖറജ, പുറപ്പെട്ടവൻ. അല്ലദീ ഖറജ. അപ്പൊ ഈ ക്രിയയുടെ പ്രയോഗം നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം. ഇനി ക്രിയയുടെ പ്രയോഗം കുറച്ച് കൂടുതൽ വരും. നേരത്തെ ക്രിയയുടെ പ്രയോഗം നമ്മൾ കുറച്ചേ വന്നുള്ളൂ. അല്ലദീ ഖറജ, ഖറജ അവൻ പുറപ്പെട്ടു. അല്ലദീ ഖറജ പുറപ്പെട്ടവൻ. നാക്ക നിന്നോടൊപ്പം, നിന്നോടൊപ്പം പുറപ്പെട്ടവനായ നിന്റെ കൊളീഗ് അല്ലെങ്കിൽ നിന്റെ ക്ലാസ്മേറ്റ്. അൽ ആന നാവ്, ഇപ്പോൾ. മിനൽ ഫസിലെ, ക്ലാസ്സിൽ നിന്നും പുറപ്പെട്ടവനായ നിന്റെ സഹപാഠി. ഹുവ ഐവൻ മിനൽ ഹിന്ദി. ഹുവ അവനും, ഐവൻ ഓൾസോ, ഐവൻ ഓൾസോ നേരത്തെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐവൻ എന്നാണ്, പക്ഷേ വാ വരുന്ന അല്ല. നമ്മൾ ഓൾസോ എന്ന് ഇംഗ്ലീഷ് പറയുന്ന അർത്ഥത്തിലാണ് ഐവൻ വരിക. മിനൽ ഹിന്ദി, അവനും ഇന്ത്യയിൽ നിന്നുള്ള ആളാണോ? ഹാഷിം ലാ ഇന്നഹു മിൻ പാകിസ്ഥാന, മിൻ പാകിസ്ഥാന, അവൻ പാകിസ്ഥാനിൽ നിന്നുള്ള ആളാണ്. മിൻ വന്നാൽ പാകിസ്ഥാന എന്നാണ് വരിക. പാകിസ്ഥാനി എന്ന് വരില്ല, മുമ്പ് പറയാം. പാകിസ്ഥാനു എന്നാണ് അതിന്റെ ഒറ്റ വാക്ക്. മിൻ വന്നാൽ കെസറിന് പകരം ഫത്തഹാണ് കൊടുക്കുക. ഗൈർ മുൻസരിഫ് എന്ന് പറയും. അതായത് തെൻമീൻ സ്വീകരിക്കാത്ത പദമാണ്, അതുകൊണ്ട് കെസറും സ്വീകരിക്കില്ല, കെസറിന് പകരം ഫത്തഹാണ് കൊടുക്കുക. അൽ മുദരിസ് ഇന്ന സഅതക, ഇന്ന സഅതക. അപ്പൊ ഇവിടെ ഇന്നയുടെ നേരത്തെ പറഞ്ഞതിലെ ഒന്നാമത്തെ പ്രയോഗം, നേരത്തെ ഇത് തൊട്ട് മുമ്പ് വന്നത് ഇന്നയുടെ രണ്ടാമത്തെ പ്രയോഗമാണ് വന്നത്.
ഇന്നഹു ഇന്നക്ക എന്നൊക്കെ പറഞ്ഞത് ഇന്നയുടെ രണ്ടാമത്തെ പ്രയോഗമാണ്. ഇന്നയുടെ ഒന്നാമത്തെ പ്രയോഗം എന്ന് പറയുന്നത് ഇന്ന വന്നാൽ ഇന്ന കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? സഅതക. ഇന്ന വന്നാൽ ഇന്ന വരുന്നത് ഒരു നാമവാക്യത്തിലായിരിക്കും. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ഖുറാന്റെ ഒരു 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 വീഡിയോ ഉണ്ട്, ചെറിയ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഉണ്ട് ഇന്നയെ സംബന്ധിച്ച്. അത് ഞാൻ ഇട്ടുതരാം. അതെല്ലാവരും എന്ത് ചെയ്യണം? നന്നായിട്ട് കേട്ട് പഠിക്കണം. ഓക്കെ, ഇതിലൊന്നിലും എന്ത് ചെയ്യരുത്, ഇപ്പൊ ഞങ്ങൾക്ക് അറിയാം എന്നൊരു ധാരണ ഉണ്ടാകരുത് കേട്ടോ. ഇന്നയൊക്കെ നമുക്കറിയാം. അതെന്ത് ചെയ്യരുത്, മുൻധാരണ എപ്പോഴും എന്താണ്? അപകടകരമാണ്. മുൻധാരണ അപകടം എപ്പോഴെന്ന് അറിയാമല്ലോ. ദ വൺ ഹൂ ഒരാളെന്താണ്? ഹി ഹൂ നോസ് നോട്ട് ഹി നോസ് നോട്ട് ഈസ് എ ഫൂൾസ് ആൻഡ് ഹിം എന്നാണ് പറയുക. അപ്പൊ യഥാർത്ഥത്തിൽ എനിക്ക് അറിയുമോ ഇല്ലെന്ന് എനിക്ക് അറിയില്ലല്ലോ. നമുക്ക് ഇപ്പോൾ അളക്കാൻ കഴിയില്ല. നമ്മൾ ഇന്ന അറിയാം എന്ന് വിചാരിച്ചിട്ട് ഓക്കെ സബ്ജക്റ്റ് ആയി വിടും. അതല്ല, മറിച്ച് എന്ത് ചെയ്യണം? he who knows not knows he knows not ഈസ് എ എന്താ പറയാ, അയാളാണ് ബുദ്ധിമാൻ, അയാളെ ടീച്ച് ഹിം എന്നാണ്. ഈസ് അസ്ലീപ് വേക്ക് ഹിം അപ്പ് എന്ന് പറയാം. അയാള് അറിയില്ല, സോറി, നോസ് ഹി നോസ് നോട്ട്, അറിയില്ല എന്ന് അയാൾക്കറിയാം എങ്കിൽ ഈസ് എ സ്റ്റുഡന്റ് ടീച്ച് ഹിം. അയാളാണ് യഥാർത്ഥ സ്റ്റുഡന്റ് ടീച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പകുതി അറിയാമെങ്കിലും പ്രശ്നമാണ്. പകുതി അറിയാൻ, പക്ഷെ നമ്മൾ വിചാരിക്കും ഓക്കെ എനിക്കറിയാം, അത് റെഫർ ചെയ്തതും കുഴപ്പമില്ല, പഠിച്ചതിലും കുഴപ്പമില്ല. അങ്ങനെയല്ല, എന്ത് ചെയ്യണം? ആദ്യം പോലെ നന്നായിട്ട് പഠിക്കണം. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക, ബിൽഡ് ചെയ്യുക. അപ്പൊ അതിന്റെ മുകളിൽ സ്റ്റെപ്പ് ചെയ്യുക. അപ്പം നേരത്തെ പഠിച്ച് എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം, ഉറപ്പായില്ല. അതിന്റെ മുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് ഇരിക്കുള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടെ പരീക്ഷയ്ക്ക് കൊണ്ട് റെഫർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പൊ ഇന്ന വന്നു. ഇന്ന വരുന്നത് എവിടെയാണ്? നോമിനൽ സെന്റൻസിലാണ്, നാമവാക്യത്തിൽ. അപ്പൊ എന്താണ് നാമവാക്യം എന്ന് ചോദിച്ചാൽ, നാമം കൊണ്ട് തുടങ്ങുന്നതാണ് നാമവാക്യം. നാമം കൊണ്ട് തുടങ്ങുന്നതാണ് നാമവാക്യം. ക്രിയ കൊണ്ട് തുടങ്ങുന്നത് ക്രിയാവാക്യം. നാമവാക്യം എന്തെന്നും ക്രിയാവാക്യം എന്തെന്നും സിമ്പിളായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഒരു വെർബ് കൊണ്ട് ഫെയില് കൊണ്ട് തുടങ്ങിയാൽ അതെന്തായി? ജുംല ഫെയിലിയ. ഒരു ഇസ്മ കൊണ്ട് തുടങ്ങിയാൽ ജുംല ഇസ്മിയ. അപ്പൊ ഇന്ന വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഇന്ന വരുന്നത് ജുംല ഇസ്മിയയിലാണ് ഇന്ന വരുന്നത്. അപ്പൊ ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ജുംല ഇസ്മിയയ്ക്ക് രണ്ട് പാർട്ടുണ്ട്. ഒന്നെന്താണ്? ബിഗിനിങ് പാർട്ട്, രണ്ട് കൺക്ലൂഷൻ പാർട്ട്. ഒന്ന് തുടക്ക ഭാഗം, മറ്റേത് ഉപസംഹാര ഭാഗം. തുടക്ക ഭാഗത്തിന് അറബിയിൽ പറയുന്നത് മുബ്തദ എന്ന് പറയും, അൽ മുബ്തദ. കൺക്ലൂഷൻ പാർട്ട് എന്നാൽ, അല്ലെങ്കിൽ കൺക്ലൂഷൻ പാർട്ടിന് വേറൊരു വാക്ക് പറയാം, ഇൻഫർമേറ്റീവ് പാർട്ട്. ഒന്നാമത്തെ ഭാഗത്തെ കുറിച്ച് എന്ത് പറഞ്ഞു അതിനാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ലഘുവായിട്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് ഇൻഫർമേറ്റീവ് പാർട്ട്. ആ ഇൻഫർമേറ്റീവ് പാർട്ടിന് ഖബർ എന്നാണ് അറബി പറയുന്നത്. ഇതിന്റെ വിശദീകരണത്തിൽ വരെ ഇതൊന്നും നമ്മൾ ഇപ്പൊ എഴുതിയെടുക്കണം. ഇതിന്റെ വിശദീകരണത്തിൽ ഇനിയും വരും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി വരും. ഇപ്പോൾ വ്യക്തമായില്ല എന്ന് വിചാരിക്കണ്ട. ഇപ്പോൾ വ്യക്തമാകാത്തതെല്ലാം അടുത്ത ഘട്ടത്തിൽ വ്യക്തമാകും. ഇപ്പോൾ വ്യക്തമായതിനെ നമ്മൾ എന്ത് ചെയ്യുക? വ്യക്തമായി പഠിക്കുക. ഇന്ന വരുന്നത് നാമവാക്യത്തിലാണ്. നാമവാക്യത്തിന് രണ്ട് ഭാഗമുണ്ട്. ഒന്നെന്താണ്? അൽ മുബ്തദ എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ബിഗിനിങ് പാർട്ട്. രണ്ടാമത്തേത് ഖബർ എന്ന് പറഞ്ഞാൽ ഇൻഫർമേറ്റീവ് പാർട്ട്. അഥവാ ഒന്നാമത്തെ ഭാഗത്തെ കുറിച്ച് എന്ത് വിവരം പറഞ്ഞോ അതാണ് രണ്ടാമത്തെ ഭാഗം. ഒന്നാമത്തെ ഭാഗത്തെ കുറിച്ച് ഒരു വിവരം തരും, അതാണ് രണ്ടാമത്തെ ഭാഗം. ഇതാണ് നാമവാക്യം. അപ്പൊ ആദമിനെ മനസ്സിലാമെങ്കിൽ അള്ളാഹ് നാമങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തെന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ അന്ന് നാമവാക്യങ്ങളായിരിക്കാം പഠിപ്പിച്ചു കൊടുത്തത്. ആദ്യം ഇസ്മകൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അല്ല ആദമല്ല അസ്മാ കുല്ലഹ എന്ന് പറഞ്ഞു. അപ്പോ ആ ഇസ്മ വെച്ചുകൊണ്ട് സംസാരിക്കണമെങ്കിൽ എന്ത് വേണം? നാമവാക്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയും സ്വീകരിക്കണം. അപ്പൊ ഇവിടെ നാമം ഇന്ന കഴിഞ്ഞിട്ട് നാമവാക്യം എന്താണ്? സഅതുക ജമീലത്ത്. ഇന്ന ഇല്ലെങ്കിൽ സഅതുക ജമീലത്ത്. പിന്നീട് എന്ത് പറയും? സഅതുക. കാരണം നമ്മ മാറാൻ കാരണമൊന്നുമില്ല. അപ്പൊ സഅതുക ജമീലത്ത്, നിന്റെ വാച്ച് ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ സഅതുക്കയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? സഅത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അഥവാ സഅതുക, നിന്റെ വാച്ച്. വാച്ചിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വാച്ചിനെ കുറിച്ച് എന്ത് പറഞ്ഞു? എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അതാണ് ബിഗിനിങ് പാർട്ട്.
ബിഗിനിങ് പാർട്ട്. ഈ അതിനെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നു? അതാണ് ഇൻഫർമേറ്റീവ് പാർട്ട് ഓർ കൺക്ലൂഷൻ പാർട്ട്. ഖബർ എന്ന്. അപ്പോ 2 പാർട്ടായി. 2 പാർട്ടിന് എന്ത് വേണം? ഒരുപാട് വീതി നീളമൊന്നും വേണ്ട. 2 പാർട്ടിന് 2 വാക്ക് മതി. അള്ളാഹു ഗഫൂർ എന്ന് പറയുമ്പോൾ എന്തായി? അള്ളാഹു ഗഫൂർ. അള്ളാഹെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹെ കുറിച്ച് എന്ത് പറഞ്ഞു? ഗഫൂർ എന്ന് പറഞ്ഞു. അതോടുകൂടി സെൻസ് തീർന്നു. 2 വാക്കുകൊണ്ട് ഒരു സെൻസ് പറയാം. അറബിയിൽ ഒരു വാക്കുകൊണ്ടും സെൻസ് പറയാം. പക്ഷെ അത് ചിലപ്പോൾ ക്രിയ ആയിരിക്കും. നാമവാക്യാകുമ്പോൾ 2 പാർട്ട് വേണം. ഒന്നിനെ കുറിച്ച് സംസാരിക്കുന്നു, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് രണ്ടാമത്തെ പാർട്ട്. അപ്പോ സാത്തുക്ക ജമീലത്ത്. അപ്പൊ ജമീലത്ത് എന്നതാണ് സെക്കൻഡ് പാർട്ട്. ഇന്ന വന്നപ്പോ എന്ത് ചെയ്തു? സാത്തൂവിന് പകരം സാത്ത എന്നായി. അപ്പൊ ഇന്നയും സഹോദരിമാരും വന്നാൽ ഇന്നയുടെ അതിന്റെ ഫസ്റ്റ് പാർട്ട്, നാമവാക്യത്തിന്റെ ഫസ്റ്റ് പാർട്ടിന് എന്ത് ചെയ്യണം? ഫത്തഹ കൊടുക്കണം. നെസ്ബ് ചെയ്യുക എന്നാണ് പറയുക. ഫത്തഹ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നെസ്ബ് ചെയ്യുക എന്നാണ് അതിന്റെ ഗ്രാമറ്റിക്കലി പേര്. കാരണം ഫത്തഹ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫത്തഹ എല്ലാ സ്ഥലങ്ങളിലും വരും. അവസാനം വരുന്ന അടയാളത്തിന്റെ പേര്, ആ സ്ഥാനത്തിന്റെ പേര് എന്ന് പറയുന്നത് നെസ്ബ് എന്നാണ്. എനിവേ ഇന്ന സാഅത്ത. അപ്പൊ ഇന്ന വന്നത് കൊണ്ടാണ് സാഅത്ത എന്ന് വന്നത്. സാഅത്തക്ക ജമീലത്ത്. സാഅത്തിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ജമീലത്ത്, ബ്യൂട്ടിഫുൾ എന്ന്. യാ ഹാഷിം അമിനൽ യാബാനി ഹിയ. ആ മിനൽ യാബാനി ഹിയ. അപ്പോ ചോദ്യമാണ്. ആ മിനൽ യാബാനി ഹിയ, അത് ജപ്പാനിൽ നിന്നുള്ളതാണോ? അപ്പോ ആ ഹിയ മിനൽ യാബാനി അല്ല, ആ മിനൽ യാബാനി ഹിയ. അതാണ് പ്രയോഗത്തിന്റെ ഘടന. ആ മിനൽ യാബാനി ഹിയ. മറ്റത് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് മലയാളത്തിൽ തിരിച്ചും മറിച്ചും പറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതാണ് ശരിയായ ഗ്രമറ്റിക്കൽ യൂസേജ്. ഇതാണ് ശരിയായ ഗ്രമറ്റിക്കൽ യൂസേജ്. ആ എന്താ പറയാ, കെസർ വരുന്ന പദം അവിടെ അത് ചോദ്യപദത്തിനോടൊപ്പം ചേർന്ന് തരണമെന്നാണ് ആ രൂപം. ആ മിനൽ യബാനി ഹിയ. അപ്പൊ ഹിയ എന്താണ് ഉപയോഗിച്ചത്? സാത്ത് സ്ത്രീലിംഗ് ആയതുകൊണ്ടാണ് ഹിയ അവൾ എന്ന് പറഞ്ഞത്. അത് ജപ്പാനിൽ നിന്നുള്ള ആളാണോ? ജപ്പാനിൽ നിന്നുള്ളതാണോ? ആശി ലാ എഴുതിയിട്ടുണ്ട്. ഒരു കോമ ഉണ്ട്. കേൾക്കുമ്പോൾ നമ്മള് ലാ ബ്രേക്ക് ചെയ്യണം. ഫാസില എന്നാണ് കോമയ്ക്ക് പേര്. കോമയുടെ പേരെന്താണ്? ഫാസില. ആ ഫാസില എന്ന് പറഞ്ഞാൽ എന്താ? വേർപെട്ടവൾ, വേർപാടുണ്ട്. ബ്രേക്ക് ചെയ്തിട്ടാണ് പറയാ. ഫുൾ സ്റ്റോപ്പ് അല്ല, ഫുള്ളല്ലാത്ത സ്റ്റോപ്പാണ് ഫാസില. കോമ. ലാ ഇന്നഹ മിനൽ ഹിന്ദ്. അത് ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഫ്രം ഇന്ത്യ. അൽ മുദരിസ്. ഗാലിയത്തുൻ ഹിയ അം റഖീസത്തുൻ. അപ്പോ അമ്മിന്റെ പ്രയോഗം. അമ്മിന്റെ പ്രയോഗത്തിൽ എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ചോദ്യമാണ്. ചോദ്യവാക്യത്തിലാണ് അം വരിക. ചോദ്യവാക്യത്തിൽ ഒന്നാണോ എന്ന് ചോദിച്ചിട്ട് അതല്ല ഇതാണോ എന്ന് ചോദിക്കണമെങ്കിൽ എന്ത് വേണം? അമ്മാണ് ഉപയോഗിക്കേണ്ടത്. ആ ഗാലിയത്തുൻ ഗാലിയത്ത് എന്താണ്? കോസ്റ്റ്ലി. കോസ്റ്റ്ലി, വിലപിടിപ്പുള്ളത്. ആ ഗാലിയത്തുൻ ഹിയ, അത് വിലപിടിപ്പുള്ളതാണോ? ആം റഹീസത്തുൻ, അതല്ല ചീപ്പാണോ? അപ്പൊ ഗാലിയത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? റഹീസത്ത്. ഗാലിയത്തുൻ ചോദിച്ചാൽ റഹീസത്തുൻ എഴുതണം. ഗാലിയത്തുൻ എന്നത് അതിനെ പുല്ലിംഗ, ഗാലിയത്തുൻ എന്താണ്? സ്ത്രീലിംഗമാണ്. അതിനെ പുല്ലിംഗമാക്കിയാണ് പറയുന്നതെങ്കിൽ ഗാലിൻ എന്നാണ് പറയുക. അത് നിങ്ങൾക്ക് ഒറ്റവാക്കർത്ഥത്തിൽ തന്നിട്ടില്ലെങ്കിൽ പാഠത്തിന്റെ വിശദീകരണത്തിൽ വരും. ഗാലിൻ എന്നാണ് വരിക. ഹിയ ആം റഹീസത്തുൻ. അപ്പോ ആ ഗാലിയത്തുൻ ഹിയ ആം റഹീസത്തുൻ, അത് വിലപിടിപ്പുള്ളതാണോ? അതല്ല ചീപ്പാണോ? വില കുറഞ്ഞതാണ്. ഹാഷി ഇന്നഹ റഹീസത്തുൻ ജിദ്ദൻ. ഇത് എന്താണ്? ജിദ്ദയിലുള്ള വില കുറഞ്ഞ എന്നല്ല, വളരെ വില കുറഞ്ഞത്. വളരെ വെരി ജിദ്ദൻ. ഇന്നഹ റഹീസത്തുൻ ജിദ്ദൻ, അത് വളരെ വില കുറഞ്ഞതാണ്. ഇന്നഹ ബിമിഅതി റൂബിയത്തിൻ. അപ്പൊ 100,000 കാര്യങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ഒരു കാര്യമാണ് എന്ത്? 100
100 എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കുക. മീ ബി മാ ബി മീ ആ മീ കഴിഞ്ഞിട്ട് ഒരു അലിഫ് കൂടുതലുണ്ട്. ഒന്നാമത് 100ന്റെ പഠിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കേണ്ടതാണ്, മിഅത്ത് എഴുതുമ്പോൾ നമ്മൾ 10 കസറൊന്നും ഇടില്ലല്ലോ. മീം കഴിഞ്ഞിട്ട് ഒരു അലിഫാണ് ഇടുക. ഒറിജിനൽ എഴുതുമ്പോൾ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ എഴുതുമ്പോൾ 10 കസറൊക്കെ ഇട്ടേ പറ്റും, അതിന്റെ ഒറിജിനൽ അടയാളം പഠിക്കാം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയെങ്കിലും നോട്ട് എഴുതി കൊടുക്കുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫോം ഫില്ലുകയൊക്കെ ചെയ്താൽ അവിടെ 10 കസറൊന്നും ഇടുക. അപ്പൊ എന്താണ് മിഅത്ത് മാഅത്ത് എന്നാണ് എഴുതുക, 100. അപ്പൊ 100ന് മീമ് കഴിഞ്ഞിട്ട് ഒരു അലിഫുണ്ട്. അലിഫ് ഇല്ലാതെയും ചില രാജ്യങ്ങൾ എഴുതുന്നുണ്ട്, പക്ഷെ ഇതാണ് ഒറിജിനൽ. അപ്പോൾ ഇതാണ് 100ന്റെ ഒരു കാര്യം. 100ന്റെ രണ്ടാമത്തെ കാര്യം, 100ന് ശേഷം വരുന്ന വാക്കിന് കസ്റ് കൊടുക്കണം. 100ന്റെ കസ്റ് മാത്രം വരുന്നതിന് ശേഷം വരുന്ന വാക്കിന് എന്ത് കൊടുക്കണം? കസ്റ് കൊടുക്കണം. മിഅത്ത്. അപ്പൊ ഖുർആനിൽ മിഅത്ത് വരുന്നിടത്തൊക്കെ നമ്മൾ നോക്കുക, അതിന് ശേഷമുള്ളതിന് കസ്റ് ഉണ്ടോ. അപ്പൊ ഇതാണ് രണ്ട് കാര്യം. ഒന്ന്, മിഅത്ത് എഴുതുമ്പോൾ മീമിന് ശേഷം അലിഫുണ്ട്. രണ്ടാമത്തത്, അതിന്റെ ശേഷമുള്ള വാക്കിന് കസ്റ് കൊടുക്കണം. ഓക്കെ. ബിമിഅത്തി റൂബിയത്തിൻ ഫഖത്ത്. ഫഖത്ത് എന്താ? ഒള്ളി. 500 അതെ. ബിമിഅത്തി റൂബിയത്തിൻ 100 രൂപയേ ഉള്ളു, 100 രൂപ മാത്രമേ ഉള്ളൂ. ഫഖത്ത്. ഫഖത്ത്. അൽ മുദരിസ് ജബൽ കം അഖൻ ലക യാ ഹാഷിം. കം അഖൻ നമ്മൾ മുമ്പ് പഠിച്ചോണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കം അഖൻ ലക, നിങ്ങൾക്ക് എത്ര സഹോദരന്മാരുണ്ട്? മലയാളത്തിൽ പറയുന്ന സഹോദരന്മാരെന്നാ പറയാ. അറബി പറയുന്നത് എനിക്ക് എത്ര, അറബി പറയുന്ന കം അഹൻ ഏകവചനമാണ്. ഇതിന്റെ കമ്മിന് ശേഷം നസ്ബി ആണെന്ന് പറഞ്ഞു. നമ്മൾ കത്ത് മാത്രം പറഞ്ഞാൽ തീരെ എന്നാണ് കേട്ടോ, തീരെ എന്നാണ് കത്ത്. പക്ഷെ കത്ത് എന്നത് എന്താണ്? നമ്മള് പിന്നെ തുകയൊക്കെ എഴുതുമ്പോഴത്തേക്ക് 100 റുപ്പീസ് ഒള്ളി, ചെക്കിലൊക്കെ ഒള്ളി എഴുതിയിട്ടുണ്ടാവും. ചെക്കിലൊക്കെ ഒള്ളി അവിടെ തന്നെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും, പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒള്ളി എഴുതുമ്പോഴാണ് ആ ഒള്ളിക്ക് പകരം ഉപയോഗിക്കുന്ന വാക്ക് ഫഖത്ത് മാത്രമാണ്. അതാണ് ഫഖത്ത് ഉപയോഗിക്കുന്നത്. ഒള്ളി അതൊരു എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതാണ് പ്രയോഗമാണ്. ഫഖത്ത് ഒള്ളി. നേരത്തെ പറഞ്ഞോളാം, ഇവിടെ പുതിയ വാക്കിന്റെ കൂടെ എഴുതി കാണുന്നു. ഓക്കെ. ഇന്നഹ ബിമിഅത്തി. അപ്പൊ ഇന്നഹായും വന്നു കേട്ടോ. ഇന്നഹു ഇന്നഹും ഇന്നക്ക ഇന്നക്കും ഒക്കെ വന്നിട്ട് ഇന്നഹായും. അത് മുദരിസ് കം അഖൻ ലക യാ ഹാഷിം. നിനക്ക് എത്ര സഹോദരന്മാരുണ്ട് ഹാഷിം? ലീ സലാസത്തു ഇഖ്വതി. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച പാഠത്തെ ഒന്ന് റിവൈസ് ചെയ്യുക. സലാസത്തു ഇഖ്വതിൻ. അപ്പൊ സലാസത്ത് എന്താണ്? സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? സ്ത്രീലിംഗം. ഇഖ്വത്ത് എന്താണ്? പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ? പുല്ലിംഗമാണ്. ഇഖ്വത്തിന്റെ താ കൊണ്ടല്ല മനസ്സിലാക്കുക, സഹോദരന്മാരെപ്പോഴും ആണുങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്തു? സലാസത്ത് സ്ത്രീലിംഗമാണ്, ഇഖ്വത്ത് പുല്ലിംഗമായത് കൊണ്ട് എന്ത് ചെയ്തു? സലാസത്ത് ഉപയോഗിച്ചു. സലാസത്ത് ഉപയോഗിച്ചു. പിന്നെ സംഖ്യ പറയുമ്പോൾ 3ന് ശേഷം ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഇഖ്വത്ത് എന്ന ബഹുവചനം ഉപയോഗിച്ചു. ലീ. അപ്പൊ ഇത് നമ്മൾ സംഖ്യ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പൊ ഇപ്പൊ ഇതുവരെ മനസ്സിലായിട്ടില്ലാത്ത ആള് കഴിഞ്ഞ പാഠപുസ്തകം എടുത്തിട്ട് ഈ സംഖ്യ പഠിച്ച എല്ലാം ചെയ്യണം, നന്നായിട്ട് ഉറപ്പിക്കണം. ലീ സലാസത്തു ഇഖ്വത്തിന്, എനിക്ക് 3 സഹോദരന്മാരുണ്ട്. അൽ മുദരിസ് അതുല്ലാബുൻ ഹും. തുല്ലാബുൻ ഹും ഇവിടെ ചോദ്യം മാത്രമേ ഉള്ളൂ, അതല്ല വേറെ ഒന്നും ചോദ്യമില്ല. അതുകൊണ്ട് അമ്മ ഉപയോഗിക്കുന്നില്ല. തുല്ലാബുൻ ഹും ആർ ദ സ്റ്റുഡൻസ്. അവര് സ്റ്റുഡൻസ് ആണ്. അപ്പൊ ചോദ്യം യഥാർത്ഥത്തിൽ എന്താണ്? തുല്ലാബാണ് എന്നതാണ് ചോദ്യം. അതുകൊണ്ടാണ് തുല്ലാബ് എന്ന വാക്യം ആദ്യം പറയുന്നത്. തുല്ലാബ് അവര് വിദ്യാർത്ഥികളാണോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് എന്ത് ചെയ്തു? ചോദ്യത്തിന് ശേഷം, പദത്തിന് ശേഷം ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. തുല്ലാബുൻ. ഇന്നഹും
തുജാറുൻ. അപ്പൊ നേരത്തെ പറഞ്ഞ ഇന്നഹു ഇന്നഹുമിലെ ഇന്നഹും ഇന്നഹും തുജാറുൻ. അവരെന്താണ്? താജിറിന്റെ ബഹുവചനമാണ് തുജാറുൻ. താജിറിന്റെ ബഹുവചനം താജിറിന്റെ ബഹുവചനം തുജാറുൻ. താജിർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചെന്നാവും. താജിറും തുജാർ. അവിടെ ഇന്ന വരാൻ കാരണം എന്താ? എന്താവുന്ന ലാഹും തുജാർ എന്ന് പറഞ്ഞാലും ശരിയാവില്ല. ലാഹും തുജാർ എന്ന് പറഞ്ഞാലും മതി. പക്ഷെ ഇന്ന ഉപയോഗിച്ചിട്ടാണ് ഇന്ന നമ്മൾ പഠിക്കണമല്ലോ. ഹും തുജാർ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇന്ന പഠിക്കാൻ വേണ്ടിയുള്ള പാഠമായതുകൊണ്ട് ഇന്നഹും തുജാർ. അപ്പൊ ഇന്നയ്ക്ക് എല്ലാ സ്ഥലത്തും ഷുവർലി എന്നുള്ള പ്രയോഗം ഇല്ല. പക്ഷെ അത് എന്തല്ല, ലെസ് ഇമ്പോർട്ടൻസ് അല്ല, മറിച്ച് എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നത് കൂടി ചേർത്തിട്ടാണ് എല്ലാ സ്ഥലത്തും നമ്മൾ എന്താണ് തീർച്ചയായും അവർ കച്ചവടക്കാരാണ് എന്നല്ല. അല്ലല്ല, അവര് കച്ചവടക്കാരാണ് പറഞ്ഞതിൽ ഉറപ്പുണ്ട്, ഷുവർട്ടി ഉണ്ട്. ആർദ്ദത്തിലാണ് ഇന്ന ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഇന്ന പഠിക്കണം, അതുകൊണ്ട് ഇന്നയുടെ കൂടെ ഹും ചേർത്ത് പറയണം. അപ്പൊ ഹും അത് പഠിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം പറയുന്നത്. ലാ ഇന്നഹും തുജാർ അൽമുദരിസ്. വകം ഉഖ്തൻ ലക. വകം ഉഖ്തൻ, നിനക്ക് എത്ര സഹോദരിമാരുണ്ട്? ആശം ലീ അർബഉ അഖവാത്തിൻ, എനിക്ക് 4 സഹോദരിമാർ. പറയുന്നത് സഹോദരിയെ കുറിച്ചായതുകൊണ്ട് എന്ത് ചെയ്തു? പുല്ലിംഗ പദമായ അർബഅ ഉപയോഗിച്ചു. പുല്ലിംഗ പദമായ അർബഅ ഉപയോഗിച്ചു. ലീ അർബഉ അഖവാത്ത്. അർബഉ അഖവാത്ത്. പിന്നീട് എന്ത് ചെയ്തു? സംഖ്യയ്ക്ക് ശേഷം ബഹുവചനം വേണമെന്നുള്ളത് കൊണ്ട് അഖവാത്തിൻ എന്ന് ഉപയോഗിച്ചു. പിന്നെ അഖവാത്തിന് കെസ്റാണ് കൊടുക്കേണ്ടത്. സംഖ്യയ്ക്ക് ശേഷം വരുന്നത് 3 മുതൽ 10 വരെ ബഹുവചനം വേണം, അതേപോലെ കെസ്റ കൊടുക്കണം. അർബഉ അഖവാത്തിൻ. നേരത്തെ പറഞ്ഞത് സലാസത്തു യഖ്വത്തിൻ, അർബഉ അഖവാത്തിൻ അൽമുദരിസ്. അഫിൽ ഹിന്ദി ഹുന്ന അൽആൻ. ഇവിടെ എന്താണ്? കെസ്റ വരുത്തുന്ന പദം വരുന്ന ഫ്രൈസാണ് ആദ്യം വരുന്നത്. അഫിൽ ഹിന്ദി ഹുന്ന, അവർ ഇന്ത്യയിലാണോ? ഹുന്ന ഹിയ, അവൾ, ഹുന്ന ആ പെണ്ണുങ്ങൾ. ഖാല അല്ലാഹു തആല ഹുന്ന ലിബാസുൻ ലക്കും. ഫിൽ ഹിന്ദി ഹുന്ന അൽആൻ. ആർ ദേ ഇൻ ഇന്ത്യ നൗ or currently? അൽആന, ഇപ്പോൾ. ഇപ്പോൾ ആ പെണ്ണുങ്ങൾ ഇന്ത്യയിലാണോ? അവരിപ്പോൾ ഇന്ത്യയിലാണോ? ഹാഷിം ലാ ഇന്നഹുന്ന. അപ്പൊ എന്ത് പറഞ്ഞു? ഇന്നഹുന്ന. നമ്മൾ ഇന്നഹ വരെയാണ് നേരത്തെ പറഞ്ഞത്. ഇന്നഹ ഇന്നഹുന്ന. ഇന്നഹ തീർച്ചയായും അവൾ, ഇന്നഹുന്ന തീർച്ചയായും ആശ്രയം. ഇന്നഹുന്ന ഹിന, ഇന്നഹുന്ന ഹുന ബിൽ മദീനത്തിൽ മുനവ്വറത്ത്. അപ്പൊ ഹുന എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാഠം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മദീന യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ തയ്യാറാക്കിയ പുസ്തകമാണ്, അവിടെ ഉപയോഗിക്കുന്ന പുസ്തകമാണ്. അപ്പൊ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി തലത്തിലാണ് അവിടെ, ആ പരിസരമാണ് ഇതിന്റെ എന്താ പറയാ ഉപയോഗസ്ഥലം. ആ രീതിയിലാണ് ഇന്ന ഹുന്ന തീർച്ചയായും അവർ, ഹുന ഇവിടെയുണ്ട്, ബിൽ മദീനത്തിൽ മുനവ്വറത്തി, മദീന മുനവ്വറ. അപ്പൊ സ്ഥലപ്പേര് പറയാൻ വേണ്ടി ബി ചേർത്തിട്ടാണ് പറഞ്ഞത്. ബിൽ മദീനത്തിൽ മുനവ്വറത്തി, അറ്റ് എന്ന് പറയുന്നതിന് വരെ ബിൽ മദീനത്തിൽ മുനവ്വറ. മഅ അബി വ ഉമ്മി, ആരോടൊപ്പമാണ്? എന്റെ അപ്പയോടും ഉമ്മയോടും. അതാണ് മുതൽ. ആ ത്വാലിബാത്തുൻ ഹുന്ന, ആ ത്വാലിബാത്തുൻ ഹുന്ന. നേരത്തെ പറഞ്ഞ പോലെ അവരെന്ത് അപ്പൊ അതുകൊണ്ട് ത്വാലിബാത്ത് ആദ്യം ഉപയോഗിച്ചു. ആ ത്വാലിബാത്തുൻ ഹുന്ന ആർ ദ സ്റ്റുഡൻസ്. ആശിം ലാ ഇന്നഹുന്ന മുദർരിസാത്തുൻ, അല്ല ഇന്നഹുന്ന തീർച്ചയായും അവർ, ദർരിസാത്തുൻ അവരെന്താണ്? അധ്യാപികമാരാണ്. ബിൽ മദ്രസത്തി സാനവിയ്യത്തി, എവിടെയാണ് അവര്? സെക്കൻഡറി സ്കൂളിലാണ്. സെക്കൻഡറി സ്കൂളിൽ.
അപ്പം അവിടെ സ്കൂളുകൾക്ക് മദ്രസത്തുൽ ഇബ്തിദാഇയ്യ ഉണ്ട്, പ്രൈമറി സ്കൂള്, മദ്രസത്ത് സാനവിയ സെക്കൻഡറി സ്കൂൾ, മദ്രസത്തുൽ മുത്തവസ്സിത്ത മിഡിൽ സ്കൂള്, മദ്രസത്ത് സാനവിയ സെക്കൻഡറി സ്കൂള്, മദ്രസത്തുൽ ഉലിയ ഉണ്ട്, പിന്നെ ഹൈസ്കൂൾ. അപ്പോ ഇന്നഹുന്ന മുദരിസാത്തുൻ ബിൽ മദ്രസത്തി സാനവിയ, അതുകൊണ്ട് പാഠം തീർന്നു. ഓക്കെ, പിന്നെ തഅമ്മൽ മാ യലി ദർസു സാലിസ് ഇന്നഹും. അപ്പൊ അത് നമ്മൾ അണ്ടർസ്റ്റാൻഡിംഗ് ഖുർആൻ പഠിച്ചതാണ്. പിന്നെ ഇന്ന വരുന്ന ഭാഗം ഒന്നുകൂടെ നോക്കുക. അപ്പൊ നിങ്ങളെ ഈ പാഠത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മള് ഈ കോഴ്സ് നമ്മളിപ്പം നിങ്ങളുടെ ഫീസ് വാങ്ങിയിരിക്കുന്നത് എന്റെ പുസ്തകത്തിന്റെ അയച്ചിരുന്ന പുസ്തകം ഇതാണ് മദ്രാസ് എഡിഷൻ, ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രിന്റിംഗ് ആണ്. നിങ്ങൾ ഓൺലൈനിലൊക്കെ വാങ്ങിച്ചാൽ ഭയങ്കര വിലയായിരിക്കും. അപ്പം ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 1 ഇയറിലാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഉള്ള സെഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് 1 വർഷത്തിലധികം എടുക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത് 6 മാസത്തേതായിട്ട് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും? നിങ്ങൾ നമ്മളോടൊപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നു, കുറച്ച് ഭാഗങ്ങളെ എക്സസൈസ് ഞാൻ വായിക്കും, ബാക്കി നിങ്ങൾക്ക് എക്സസൈസ് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. അതേപോലെ ടീച്ചർ നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പ് തരും, അത് നന്നായിട്ട് കേൾക്കുക. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഈ എടുത്ത കാര്യങ്ങൾ വായിച്ച് കൺഫേം ചെയ്യണം. നിങ്ങൾ കൺഫേം ചെയ്യണമെങ്കിൽ ഇപ്പോൾ അറിയുന്ന സംഗതി എനിക്കിപ്പോൾ അറിയില്ല എന്ന് വിചാരിക്കണം. എനിക്കിപ്പോൾ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് വായിച്ച് പഠിച്ച് അങ്ങ് ഉറപ്പിച്ച് വെക്കണം. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ അതെന്തായി? നന്നായിട്ട് മനസ്സിലായി. ഇതെനിക്കറിയാം, ഇപ്പൊ നോക്കണ്ടെന്ന് വിചാരിച്ചാൽ അടുത്ത പാഠം നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാവില്ല. കൃത്യം ശ്രദ്ധിക്കണം. ഇനി പാഠങ്ങൾ വേഗത്തിൽ പോകും, കുറച്ചുകൂടെ സ്പീഡ് കൂടും. നമ്മള് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ട് ഉടനെ സെക്കൻഡ് ഗിയർ ഇട്ടിട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് ഓടിക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നത്? സ്റ്റിയറിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഗിയറിന്റെ സ്റ്റിയറിംഗ് പ്രാക്ടീസ് ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉടനെ തേർഡ് ഗിയർ കഴിഞ്ഞാൽ പിന്നെ ഫോർത്തും ഫിഫ്ത്തും ഒക്കെ ഒറ്റയടിക്കാൻ പോകും. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ തേർഡ് ഗിയറിലാണ് പോകാൻ പോകുന്നത്. തേർഡ് ഗിയറിൽ എന്ത് ചെയ്യും? കുറച്ച് സ്പീഡിൽ കൂടുതൽ പോകും. സെക്കൻഡ് ഗിയർ അല്ല, സെക്കൻഡ് ഗിയർ പോയി, ഇനി തേർഡ് ഗിയറിലാണ്. അപ്പൊ തേർഡ് ഗിയറിൽ കുറച്ച് സ്പീഡ് കൂടിയിട്ടായിരിക്കും. സ്പീഡ് കൂടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. അപ്പൊ നിങ്ങൾ അതോടൊപ്പം വന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ വർക്ക് തരുന്നത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. നിങ്ങൾക്ക് പ്രയാസമുള്ള ഭാഗം വരുമ്പോൾ ഞാൻ കുറച്ച് സ്ലോ ആക്കും, നിങ്ങൾക്ക് എളുപ്പമുള്ള ഭാഗം വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി വേഗത്തിൽ പോകും. അപ്പൊ ഇതില് വാക്കർത്ഥം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വാക്കർത്ഥം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. വാക്കർത്ഥം ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം നോക്കിയാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് നോക്കണം. വാക്കർത്ഥം എടുത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ മനസ്സിൽ അത് എക്സ്റ്റേണൽ മെമ്മറി നിൽക്കുള്ളൂ. എക്സ്റ്റേണൽ മെമ്മറി നിന്നാലേ നമുക്ക് ആവശ്യമുള്ള സമയത്ത് വരുള്ളൂ. ഓക്കെ ആണോ? ഇത് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം. അല്ല, ഫുൾ എക്സസൈസ് ഞാൻ തന്നെ വായിച്ചു വിടണമെങ്കിൽ ഫുൾ എക്സസൈസ് ഞാൻ വായിക്കും. അപ്പൊ നമ്മള് ചിലപ്പോൾ 1 ഇയർ കൊണ്ടും തീരില്ല. സെക്കൻഡ് സെം എന്നാണ് പറയുന്നത്. സെം എന്ന് പറഞ്ഞാൽ 6 മാസം എന്നാണ്. ഇതിന്റെ പകുതിയെങ്കിലും 6 മാസം കൊണ്ട് തീർന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. പകുതി തീരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടെ വരണം. വേഗത്തിൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രാവശ്യം ഇത് പകുതിയിലധികം മുന്നോട്ട് പോയാൽ നമുക്ക് ബാക്കി ഫീസ് തന്നാൽ മതി. അല്ല, പകുതിയെ പോയിട്ടുള്ളെങ്കിൽ വീണ്ടും 6 മാസം ഫീസ് മതി. ഓക്കെ, അപ്പൊ ഇന്ന വരുന്ന കാര്യം നോക്കാം. അദ്ഖൽ ഇന്ന അലൽ ജുമലിൽ ആത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മുമ്പേ ഇക്റയിൽ അംസിലത്തെ ആത്തിയാന്ന് പറഞ്ഞു. തുടർന്ന് വരുന്ന ഉദാഹരണം വായിക്കും.
ഇവിടെ പ്രശ്നമില്ല. അദ്ഖിൽ ഇന്ന അലൽ ജുമൽ ലാത്തിയ എന്ന് പറഞ്ഞാൽ ഹുവ താജിറുൻ എന്ത് പറയും? ഇന്ന ചേർത്താല് ഇന്നഹു ഇന്നഹു താജിർ. അന താലിബുൻ എന്തായിരിക്കും? ഇന്ന വന്നാൽ ഇന്നി 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 താലിബ്. അതിപ്പോ എല്ലാരും വായിക്കേണ്ട, എല്ലാം നമ്മൾ വായിച്ചാൽ മതി. വായിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നാളെ തന്നെ എഴുതിയിട്ടാലും ടീച്ചറിന് പണി പറയും. അപ്പൊ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അടുത്തത് ഇത്രയും അംസലത്തിലാത്തിയ വായിക്കുക. അൽ മുദരിസു ജദീദ്. അപ്പൊ അൽ മുദരിസ് എന്നത് എന്താണ്? നമ്മൾ പ്രത്യേകം പഠിക്കണം കേട്ടോ. ഇന്ന വരുന്ന ഭാഗം ഞാൻ ആവർത്തി പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇത് എളുപ്പമുള്ള ഭാഗമാണ്. എളുപ്പത്തിൽ ഭാഗമുള്ള ഭാഗമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച് നന്നായിട്ട് ഉറപ്പിച്ച് ഇതിൽ ഡൗട്ട് ഇല്ല എന്ന് ഉറപ്പുവരുത്തും. നമുക്ക് അറിയുന്ന സംഭവമാണ്. അറിയുന്ന സംഭവമാണെങ്കിൽ എന്ത് ചെയ്യണം? സംശയ ലേശമെന്നേ പഠിക്കാം. അപ്പൊ എന്താവും? അടുത്ത പഠിക്കാൻ നമുക്ക് എളുപ്പമായി. അൽ മുദരിസു ജദീദ്. അപ്പോ ഇതെന്താണ്? നാമവാക്യമാണ്. നാമവാക്യത്തിലെ ഒന്നാമത്തെ ഭാഗം എന്താണ്? അൽ മുദരിസ്. അതിന് എന്ത് പേര് പറയും? എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബിഗിനിങ് പാർട്ട്. അവൻ ആരംഭിച്ചു. അൽ മുബത്ത എന്ന് പറഞ്ഞാൽ പ്രാരംഭ ഭാഗം. അൽ മുദരിസിനെ കുറിച്ച് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്താണ്? ജദീദിനെന്താണ്? അപ്പൊ എന്താണ്? അതിന് ഇൻഫർമേഷൻ എന്ന് പറയും. ഖബർ, ഇൻഫർമേറ്റീവ് പാർട്ട്. അൽ മുബത്തദഉ വൽ ഖബർ. അപ്പോ നാമവാക്യത്തിന്റെ രണ്ട് പാർട്ട് എന്ന് പറയുന്നത് അൽ മുബത്തദഉ വൽ ഖബർ. ഇത് പാഠത്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പിന്നീട് വരും. അൽ മുബത്തദഉ വൽ ഖബറൊക്കെ വരും. അപ്പൊ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണ്ട, ടാസ്ക് ആണെന്ന് വിചാരിക്കണ്ട. ഇത് കേട്ടുപോയാൽ പിന്നീട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ ഇതാണ് ഉസ്താദ് പറഞ്ഞു. രണ്ട് പാർട്ട്. അപ്പൊ രണ്ട് പാർട്ടിന് എങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചോദിച്ചാൽ ഏതാണ് ഒന്നാമത്തെ പാർട്ട് എന്ന് ചോദിച്ചാൽ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നോ അതാണ് ബിഗിനിങ് പാർട്ട്. അതിനെ കുറിച്ച് എന്ത് പറയുന്നോ അതാണ് ഇൻഫർമേറ്റീവ് പാർട്ട് അല്ലെങ്കിൽ കൺക്ലൂഷൻ പാർട്ട്. ഇതാണ് നാമവാക്യത്തിന്റെ രണ്ട് ഭാഗം. അത് രണ്ട് വാക്കേ പറയാം, ചിലപ്പോൾ വാക്ക് കൂടിയൊന്നും വരാം. രണ്ട് വാക്കായിരിക്കും അതിന്റെ പ്രധാന ഘടകങ്ങൾ. അൽ മുദരിസു എന്നതാണ് ഒന്നാമത്തെ ഭാഗം. അതിന്റെ ഉപസംഹാരം അല്ലെങ്കിൽ ഖബറാണ് ജദീദ്. അൽ മുദരിസു. അപ്പൊ ഇന്ന വന്നാൽ ഈ നാമവാക്യത്തിന് മുബത്തദ എന്ന പേര് മാറിയിട്ട് ഇന്നയുടെ ഇസ്ം എന്നാണ് പറയുന്നത്. എന്ത് പറയും? ഇന്നയുടെ നാമവാക്യമല്ലേ? അപ്പം ആദ്യം വരുന്നത് നാമമായിരുന്നു. അപ്പൊ ഇന്ന വന്നാൽ ഇന്നയുടെ ഇസ്ം എന്നാണ് ഇതിനെ ഗ്രാമറിൽ വിളിക്കുന്നത്. പിന്നെ ബിഗിനിങ് പാർട്ട് എന്നല്ല പറയുന്നത്. കാരണം എന്താണ്? അവിടെ ഇന്ന വന്നുകൊണ്ട് ബിഗിനിങ് പാർട്ട് എന്ന് പറയാം. അതുകൊണ്ട് ഇന്നയുടെ നാമം എന്നാണ് പറയുക. അപ്പൊ ഇന്ന വന്നപ്പോ എന്തായി? ഇന്നയുടെ നാമത്തിന് ഫത്തഹ കൊടുക്കണം. ഇന്നൽ മുദരിസ. ഫത്തഹ കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന് നസ്ബ് എന്നാണ് സ്ഥാനത്തിന് പറയുന്ന പേര്. അടയാളം ഫത്തഹ. ചിലപ്പോ അടയാളം ഫത്തഹ അല്ലാതെയും വരാം. അടയാളം ഫത്തഹ അല്ലാതെ വരുന്ന സന്ദർഭം നമ്മൾ പിന്നീട് പഠിക്കും. അതുകൊണ്ടാണ് ഈ നസ്ബ് എന്ന ഒരു പുതിയ പേര് കൊടുക്കുന്നത്. നസ്ബ് എന്നൊരു പുതിയ പേര് കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഫത്തഹ അല്ലാതെയും നസ്ബിന് അടയാളങ്ങൾ വരും. അപ്പൊ അന്ന് നമ്മള് അപ്പോഴും മനസ്സിലാവുന്ന നസ്ബ് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഫത്തഹ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫത്തഹ മാത്രമായിരിക്കില്ല വരും. നമ്മളെ എളുപ്പത്തിന് വേണ്ടി പറയാം. ഇന്ന വന്നാൽ അടുത്ത ഇന്നയുടെ നാമത്തിന് അന്ത്യത്തിൽ ഫത്തഹ കൊടുക്കണം. ഇന്നൽ മുദരിസ. പിന്നെ കൺക്ലൂഷൻ പാർട്ടിൽ ഖബറിന് ലമ്മായിരിക്കണം. ഖബറിന് എന്തായിരിക്കണം? ലമ്മായിരിക്കണം. അത് ഞാൻ നേരത്തെ പറയായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ലമ്മ മാറിയെങ്കിൽ മാത്രമേ നമ്മൾ പറയേണ്ടത്. ലമ്മ എന്താണ്? എപ്പോഴും ജദീദുൻ. എപ്പോഴും ജദീദാണ്. ജദീദുൻ എന്നാണ് ലമ്മ കൊടുത്താണ് എല്ലാ വാക്കും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. പക്ഷേ ഗ്രാമർ പറയുന്നത് ഇന്നയുടെ നാമത്തിന് നെസ്ബ് കൊടുക്കണം, അഥവാ ഫത്തഹ അടയാളമായിട്ട് കൊടുക്കണം. ഇന്നയുടെ ഖബറിന് ലമ്മ കൊടുക്കണം. ലമ്മ നമ്മൾ കൊടുക്കേണ്ട അവിടെ തന്നെ ഉണ്ട്. അവിടെയാണ് ഞാനത് കത്തി എടുത്ത് പറയാം. അണ്ടർസ്റ്റാൻഡ് പറയാണ്ട് നമ്മൾ അത് പറയാം. ഇന്ന വന്നാൽ ഇന്നയുടെ നാമം, ഇന്നയ്ക്ക് ശേഷമുള്ള പദത്തിന് ഫത്തഹ കൊടുക്കണം. ഇന്നയുടെ ശേഷമുള്ള പദം ഒന്നല്ല നമ്മൾ പറയേണ്ടത്. മറിച്ച് എന്താണ്? ഇന്നയുടെ നാമത്തിന് ഫത്തഹ കൊടുക്കണം. ഇന്നയുടെ ഖബറിന് ലമ്മ ആയിരിക്കണം. അത് മാറ്റരുത്. ഇതാണ് നിയമം.
അപ്പോ ഫാത്തിമത്തു തബീബത്തുൻ. ഫാത്തിമത്തു തബീബത്തുൻ. ഫാത്തിമത്ത് ഒരു കാര്യം കൂടെ നാമവാക്യത്തിൽ ഒരു കാര്യം കൂടെ പറയാം. നാമവാക്യത്തിൽ ഒരു കാര്യം കൂടി പറയാം. എന്താണ്? അൽ മുദരിസ് ജദീദുൻ എന്ന് പറഞ്ഞപ്പോ അൽ മുദരിസ് എന്താണ്? അത് ഏകവചനമാണ്. അതേപോലെ അത് പുല്ലിംഗമാണ്. ജെൻഡറും അതിന്റെ നമ്പറും നോക്കണം. ജെൻഡറും നമ്പറും നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ പറയും. ഖബർ പറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്പറും ജെൻഡറും മാച്ചിങ് ഉണ്ട്. അൽ മുദരിസ് ഏകവചനമാണ്, ജദീദ് എന്താണ്? ഏകവചനം. അൽ മുദരിസ് പുല്ലിംഗമാണ്, ജദീദ് പുല്ലിംഗമാണ്. വിശേഷണം പോലെ ബാക്കി രണ്ട് കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല. അത് നമ്മൾ നോക്കേണ്ടത് അൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അൽ മുദരിസു എന്നാണ് മുബത്തദയിന് മിക്കവാറും അൽ ഉണ്ടാവും. ഖബറിന് അതുണ്ടായിക്കൊള്ളണമെന്നില്ല. ഖബർ ജദീദ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് മാച്ച് ചെയ്യേണ്ടത്? നമ്പറും ജെൻഡറും മാച്ച് ചെയ്യണം. ബിഗിനിങ് പാർട്ടും കൺക്ലൂഷൻ പാർട്ടും തമ്മിൽ എന്ത് ചെയ്യണം? ജെൻഡറും നമ്പറും മാച്ച് ചെയ്യണം. ഫാത്തിമത്ത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് തബീബത്തുൻ സ്ത്രീലിംഗമാണ്. ഫാത്തിമത്ത് ഏകവചനമാണ്, അതുകൊണ്ട് തബീബത്തുൻ ഏകവചനമാണ്. അപ്പൊ ഇന്ന വന്നാൽ എന്ത് ചെയ്യണം? ഇന്ന ഫാത്തിമത്ത തബീബത്ത്. അടുത്തത് മൂന്നാമത്തത് ഹാമിദിൻ മുത്തസവ്വിജിൻ. മുത്തസവ്വിജ് എന്താണ്? വാഹിദൻ. വിവാഹിതൻ. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? അവിവാഹിതൻ എന്ന് പറയുന്നത്. അവിവാഹിതനെ പറയുന്ന പേരാണ് അസബുൻ. അസബുൻ അത് ന്യൂ വേർഡ്സിൽ തന്നിട്ടുണ്ട്, പുതിയ വാക്കുകളിൽ തന്നിട്ടുണ്ട്. അസബുൻ അവിവാഹിതൻ, ബാച്ചിലർ. അപ്പോ ഹാമിദുൻ മുതസവ്വിജുൻ. നേരത്തെ അൽ മുദരിസു എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ഞാൻ പറഞ്ഞു അതാണ് അല്ലുള്ള പദമായിരിക്കും എന്ന് പറഞ്ഞത്. അതായത് അറിയപ്പെടുന്ന പദമായിരിക്കും. മുബത്തദ മിക്കവാറും എന്തായിരിക്കും? അതായത് മോസ്റ്റ് ഓഫർ 99% എന്തായിരിക്കും? അത് അറിയപ്പെടുന്ന പദമായിരിക്കും. ഫാത്തിമത്ത് അറിയപ്പെടുന്ന പദമാണോ? ഹാമിദ് അറിയപ്പെടുന്ന പദമാണോ? കാരണം ആ വ്യക്തികളുടെ പേരെല്ലാം എന്താണ്? അറിയപ്പെടുന്ന പദമാണ്. വ്യക്തിയുടെ പേരെന്ന് പറഞ്ഞാൽ ആള് അറിയപ്പെടുന്ന സംഭവം. അല്ലാതെ ആള് ഫേമസ് ആണോ ഇല്ല എന്നുള്ള അറിയപ്പെടലല്ല ഇത്. അത് ചേർന്നതിന് തുല്യമാണ് വ്യക്തികളുടെ പദം, സ്ഥലത്തിന്റെ പേരില്ല. അപ്പൊ ഫാത്തിമത്തു തബീബത്തുൻ. അപ്പൊ ഫാത്തിമത്ത് ഏകവചനമാണ്, സ്ത്രീലിംഗമാണ്. തബീബത്തുൻ ഏകവചനമാണ്, സ്ത്രീലിംഗം. മൂന്നാമത്തത് ഹാമിദുൻ മുതസവ്വിജുൻ. ഇവിടെ നേരത്തെ മുദരിസില് അൽ വന്നതുകൊണ്ട് അവിടെ തൻവീൻ ഇല്ല. ഫാത്തിമത്ത് സ്ത്രീലിംഗ പദമായതുകൊണ്ട് അതിലും തൻവീൻ ഇല്ല. പക്ഷെ ഹാമിദ് അങ്ങനെയല്ല. ഹാമിദ് തൻവീൻ സ്വീകരിക്കുന്ന പദമാണ്, അതുകൊണ്ട് ഹാമിദിന് തൻവീനുണ്ട്. ഹാമിദുൻ മുതസവ്വിജുൻ. ഹാമിദ് പുല്ലിംഗമാണ്. അതിന്റെ സെക്കൻഡ് പാർട്ട് അഥവാ കൺക്ലൂഷൻ പാർട്ട്, ഇൻഫർമേറ്റീവ് പാർട്ട് എന്താണ്? മുതസവ്വിജുൻ. അതെന്താണ്? അത് പുല്ലിംഗമാണ്, ഏകവചനമാണ്. ഹാമിദിന് പുല്ലിംഗമാണ്, ഏകവചനമാണ്. മുതസവ്വിജിന് പുല്ലിംഗമാണ്, ഏകവചനം. പിന്നെ വന്നാൽ എന്ത് ചെയ്യണം? ഇന്ന മുതസവ്വിജുൻ. മുതസവ്വിജുനാണ് കേട്ടോ, മുതസവ്വജുനല്ല. ഷദ്ദിന്റെ താഴെയാണ്. ഷദ്ദിന്റെ അറബി പ്രിന്റിൽ ചിലപ്പോൾ ഷദ് എന്റെ താഴെ കസർ വരും. ഷദ്ദിന്റെ താഴെ കസർ വരും. അക്ഷരത്തിന്റെ താഴെ കസർ വരുന്നതിന് പകരം ഷദ്ദിന്റെ താഴെ കസർ വരും. അപ്പൊ ഷദ് അക്ഷരത്തിന്റെ താഴെയും ഇടാം. അതേപോലെ ആ അക്ഷരത്തിന് ഷദ് ഉണ്ടെങ്കിൽ ഷദ്ദിന്റെ താഴെ ഇട്ടാലും മതി. ഹാമിദുൻ ഇന്ന ഹാമിദൻ മുതസവ്വിജുൻ. അദഖൽ ഇന്ന അല ജുമൽ ലാത്തിയതി വദ്ബിത് ആഖിറ അൽ കലിമാത്ത്. അപ്പൊ അദ്ദർസു സഅബുൻ. സഅബുൻ എന്താണ്? ഡിഫിക്കൽട്ടി, പ്രയാസമുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത്. ലുഗത്തുൽ അറബിയ്യത്തു സഹൽ എന്ന് പറഞ്ഞപ്പോ സഅബുൻ വേറെ സഹലിന്റെ വിപരീതമാണ് സഅബുൻ. അപ്പോ ഇന്ന് വന്നാൽ എന്ത് പറയും? അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം കൂടി നിങ്ങൾ ഇതെന്ത് ചെയ്യണം? ഇതില് ശ്രദ്ധിക്കണം. ഇവിടെ ശ്രദ്ധിക്കണം.
ഈ ഇന്ന പ്രയോഗിക്കാൻ തന്ന വാക്യങ്ങളുണ്ടല്ലോ, ആ വാക്യങ്ങളിൽ ഞാൻ പറഞ്ഞ മാച്ചിങ് കൂടെ നോക്കണം. അപ്പൊ നമുക്ക് നാമവാക്യം കൂടി പഠിച്ചു പോകാം. അപ്പൊ നമ്മൾ ഒരു വിഷയം പഠിക്കുമ്പോൾ അതിൽ നാമവാക്യം പഠിക്കേണ്ട ഈ പാഠത്തിൽപ്പെട്ടതാണ്. ഇവിടെ എടുത്തു പറഞ്ഞ താഴോട്ട് പറയുമ്പോഴത്തേക്ക് എടുത്ത് പറയും. പിന്നെ നമ്മൾ വേറൊരു പാഠത്തിൽ നാമവാക്യം എന്താണ്, ക്രിയാവാക്യം എന്താണെന്ന് പഠിക്കില്ല. ഈ പാഠത്തിൽ തന്നെ അത് വരും. അതെവിടെയുണ്ട്? അസയ്യാർത്ത് ജമീലത്തിൻ എന്ന് പറയുമ്പോ അസയ്യാർത്ത് എന്താണ്? അൽ മുബത്തദ ആണ്. ജമീലത്തിൻ എന്താണ്? ഖബറാണ്. ഖബറാണ്. ഇന്ന വന്നപ്പോ എന്തായി? അസയ്യാറത്ത്. അതിന്റെ പേരെന്താണ്? അതിന്റെ പേരെന്താണ്? ഇസ്മു ഇന്ന. ഇസ്മു ഇന്ന. ഇന്നയുടെ ഇസ്മാണ്. പിന്നെ ജമീലത്തിന് എന്താണ്? ഖബറു ഇന്ന. ഇന്നയുടെ ഖബറാണ്. അവൻ നാമവാക്യം പറയുമ്പോൾ സയ്യാറത്ത് മുബത്തദ ആണ്, ജമീലത്ത് ഖബറാണ്, വെറും നാമവാക്യമാണ്. ഇന്ന നാമവാക്യത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് ഇന്നയൊക്കെയാണ് സ്ഥാനം. അപ്പൊ ഇസ്മു ഇന്ന എന്നാണ് പറയുന്നത്, പിന്നീട് ഖബറു ഇന്ന എന്നാണ് പറയുന്നത്. ഓക്കെ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംഗതി സംശയമുണ്ടോ? ക്ലിയർ. എവ്രിതിങ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. ക്രിസ്റ്റൽ ക്ലിയർ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കണ്ണാടിയുടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നത് പോലെ ക്രിസ്റ്റലിന്റെ അപ്പുറം ഉള്ളത് ഇപ്പുറത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതാണ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുന്നത്. ആ ക്രിസ്റ്റൽ ക്ലിയർ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും സംഗതിയിൽ ക്ലാരിറ്റി ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? കിതാബില്ലേ? കടിക്കുന്ന പട്ടിക്ക് എന്താ, എന്തിനാ വാല്? കിതാബില്ലെന്ന് പറഞ്ഞാരാ? അതാ ഞാൻ ചോദിച്ചത്, കടിക്കുന്ന പട്ടിക്ക് വാലെന്തിനാന്ന്? അല്ല, അതല്ല, കിതാബുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഇപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് എന്നെ ഓരോരുത്തർ വിളിക്കുമ്പോൾ കട്ട് ചെയ്യാൻ. കിതാബിൽ നോക്കാൻ പറഞ്ഞില്ല. പുസ്തകം ഗുരുവിനും ശിഷ്യനും മധ്യേ പുസ്തകം ഗുരുതരമായ തടസ്സം. അതുകൊണ്ട് പുസ്തകത്തിലല്ല നോക്കേണ്ടത്, നിങ്ങൾ എന്നെയും സ്ക്രീനിനെയും ആണ് നോക്കേണ്ടത്. സ്ക്രീനിൽ കാണുന്നില്ലേ? കാണുന്നുണ്ട്. പിന്നെ സ്ക്രീന് ഞാൻ വായിക്കുന്ന ഭാഗത്ത് എന്റെ ഫോട്ടോ വരെയാണ്, ഞാൻ അതങ്ങോട്ട് മാറ്റി. ഇപ്പം വായിച്ചത് മുബത്തദയും ഖബറുമാണ് പറഞ്ഞത്, സയ്യാറത്ത് ജമീലത്തും. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കാവൂ. ഓക്കെ അക്ബർ ഷാ? ഓക്കെ, നാളത്തെ വീഡിയോ അത് നോക്കിയിട്ട് ആണെങ്കിൽ ഒന്നുകൂടി നാളത്തെ പോസ്റ്റ് ചെയ്തൂലേ അതിനുവേണ്ടി കാത്തിരിക്കരുത്. ഇപ്പൊ പറയുന്നത് തന്നെ മനസ്സിലാക്കി പോണം. അല്ല, ഇടയ്ക്ക് വെച്ച് കട്ടായി. ഇടയ്ക്ക് വെച്ച് കട്ടായെങ്കിൽ അത് ഓക്കെ. പക്ഷേ നമ്മൾ ലേറ്റർ പിന്നീടാകട്ടെ എന്ന് പറയുന്നത് ആരെ പണിയാന്ന് ചോദിച്ചാല് ഇബ്ലീസ് വന്നിരുന്ന് പറയുന്ന പണിയാണ്. ഇബ്ലീസ് നല്ല മനുഷ്യന്മാരുടെ അടുത്ത് പറയുന്ന ഏറ്റവും വലിയ പണിയാണ്, ഏറ്റവും ആദ്യം പറയുന്ന പണിയാണ്. വേറെ ഒന്നും പറയാൻ പറ്റില്ല. വേറെ ഒന്നും പറഞ്ഞാല് കള്ളു പഠിക്കണം, തെറ്റ് ചെയ്യണം, തിന്മയണം, അത് ചെയ്യണം, ചെയ്യണം എന്നൊക്കെ പറഞ്ഞാല് നല്ല മനുഷ്യന്മാരാരും കേൾക്കില്ല. പക്ഷെ നല്ല മനുഷ്യന്മാരെടുത്ത് പറയുന്ന ആദ്യം പറയുന്ന പണി എന്താ? സമയമുണ്ടല്ലോ, നാളെ ആവട്ടെ, ഇപ്പൊ വീഡിയോ വരുമല്ലോ. അതാണ് ഏറ്റവും വലിയ സംഭവം എന്നാണ് നമ്മളെ പഠനത്തെ, അതായത് നമ്മളെ വിജയത്തിലേക്കുള്ള പാതയിലെ ഏറ്റവും വലിയ വിഘാതമാണ് സൗഫ എന്നാണ് പറയുന്നത്. തസ്വീഫ് എന്ന അറിവിൽ പറയും. ഇംഗ്ലീഷിലെ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. പ്രോക്രാസ്റ്റിനേഷൻ ആണ് എല്ലാ വിജയത്തിന്റെയും തടസ്സം. അപ്പൊ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് വിരുദ്ധമായിട്ട്, അതായത് അതിന് സൊല്യൂഷൻ ആയിട്ട്.
എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ, സാബിഖൂ ഇലൽ ഖൈറാത്ത്. എന്ത് ചെയ്യണം? നമ്മളെല്ലാത്തിലും എപ്പോഴും മികച്ചിരിക്കണം. അയ്യക്കും അഹ്സനു അമല ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. ആരാണ് ഏറ്റവും നന്നായി പഠിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് അള്ളാഹു ഇത് വെച്ചിരിക്കുന്നത്. ഖുർആൻ ജനിമൃതികൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടി. നമ്മളെ എന്ത് ചെയ്യരുത്? ആരും അതിജയിക്കാൻ പാടില്ല. അത് അതിജയിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മികച്ചാണെന്ന് ചെയ്യണം. ഓക്കെ, വേറെ ഇന്ന എന്താണ് അത്? ഇന്ന എനിക്ക് ഇന്ന ഇന്ന എന്താ എന്താണ്? ഇന്ന എന്താണ് റഷീദ് സാറേ? തീർച്ചയായും ആ, എന്നിട്ട് സാമാന്യമായിട്ട് പറഞ്ഞാൽ ഇതിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു നമ്മള്? ഞാൻ ലേറ്റ് ആയിട്ട് അവസ്ഥ കയറി 20 മിനിറ്റ്. അല്ല, നിങ്ങൾ കയറിയതിനു ശേഷം ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എന്നെ. അത് സാമാന്യ ഭാഷയിൽ തീർച്ചയായും. അപ്പൊ ഇന്ന വന്നാല് മറ്റേ നാമ സെന്റൻസിലാണ് ഇസ്മുൽ ജുമലത്ത് ഇതിലാണ് ഇന്ന വരിക. അപ്പൊ ഇന്ന വന്നാൽ അടുത്ത ഇസ്മിന് ഫത്തഹായിരിക്കണം, രണ്ടാമത്തെ ഇസ്മിന് ലമ്മത്തൈനായിരിക്കണം. ലമ്മായിരിക്കണം. ലമ്മ. അതിന്റെ ബേസിക് നിയമം. ക്ലിയർ ആയ അക്ബർ ഷാ? വി കെ പറഞ്ഞ വി കെ കറക്റ്റ് എത്തിയായിരുന്നോ? വി കെ സുലേഖ ഇന്നെ കുറിച്ച് എന്താ പറഞ്ഞു നമ്മള്? ചിലര് ക്ലാസ് മതിയാക്കി തീർന്നെന്ന് വിചാരിച്ച് പോയോ? വഹീദയാണോ വാഹിദയാണോ? വാഹിദ പറഞ്ഞ്. ചിലർക്ക് മൈക്കൊന്നും ഓണാകുന്നില്ല. ഉമാ മഹേശ്വരി. അസ്സലാമു അലൈക്കും സാർ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇന്ന് വന്നിട്ട് നാമവാക്യത്തിന്റെ കൂടെയും സർവനാമത്തിന്റെ കൂടെയുമാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്. ഇന്നയ്ക്ക് ശേഷം ഇന്ന് നാമവാക്യത്തിനോട് ചേർന്ന് വരുമ്പോ ആരംഭ ഭാഗം വന്നിട്ട് ഫതഹയായിരിക്കണം. അതിന്റെ ഖബർ വന്നിട്ട് ദൊമ്മയിലായിരിക്കണം അവസാനിക്കേണ്ടത്. ഓക്കെ, ഇത്രയുള്ള റഷീദ് സാറ്. അക്ബർ ഷാ ക്ലിയർ ആയ? ഷറഫുദ്ദീൻ സാഹിബ്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്താ പറഞ്ഞേ? ഇൻഫർമേഷൻ ഭാഗത്ത് നമ്മള് നസ്ബ് എന്നാ ഉപയോഗിക്കല് ഫത്തഹിന് പകരമായിട്ട്. ഇൻഫർമേഷൻ അല്ല, ഇന്നയുടെ ഇസ്മ്. ഇന്നമൽ ഇസ്മിന് നമ്മള് നസ്ബ് എന്നാ പറയല്. നമ്മള് മറ്റിടത്താണെങ്കിൽ ഫത്തഹ് എന്നാ പറയല്. ആ ഒരു വ്യത്യാസമുണ്ട്. അതെ, മറ്റിടത്തെന്ന് പറഞ്ഞാല് സാധാരണ ഇപ്പൊ പിന്നെ ഖബറും മുബത്തദയില് ഫത്തഹ് വരുന്നു. മുബത്തദയിൽ എന്താണ്? ലംബ് വരും. പിന്നെ എപ്പോഴാണ് നസ്ബ് വരുന്നത്? നസ്ബ് വരുന്നത് ഇവിടെ ഇന്ന വന്നില്ലെങ്കിൽ ലമ്മായിരിക്കും ഉണ്ടാവുക, അല്ലേ? അതെ അതെ. ഇന്ന വന്നില്ലെങ്കിൽ ലമ്മായിരിക്കും ഉണ്ടാവുക. ഇന്ന വന്നാല് നസ്ബ് എന്നാണ് അതിന് പേര്, അതിന്റെ സാങ്കേതിക പേര്. അപ്പൊ ഫത്തഹ്, നമ്മൾ ഫത്തഹ് നസ്ബ് ഫത്തഹായിട്ട് വരുന്ന സന്ദർഭമാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. അതുകൊണ്ട് എളുപ്പമാണ്. നസ്ബ് ഫത്തഹാണ്. അപ്പൊ ഫത്തഹ് കൊടുക്കുക എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നാല് ഇപ്പൊ എളുപ്പമാണ്. നസ്ബ് എന്നാണ് അതിന്റെ ഒറിജിനൽ പേര്, അതിന്റെ സാങ്കേതിക പേര് നസ്ബ് എന്നാണ്. പിന്നെ എവിടെയെങ്കിലും പറയുന്നുണ്ടാവും, നോക്കാം നമുക്ക്. ജറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. ജർ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നസ്ബിനെ കുറിച്ചാ പറഞ്ഞത്. ഫരീദ് സാഹിബ് ഒന്ന് പറഞ്ഞ് ഇന്നെ കുറിച്ച് എന്താ പറഞ്ഞ്? നാമവാക്യത്തിന്റെ മുമ്പ് ഇന്ന വന്നാൽ ആ ഇന്നയുടെ ഇസ്മ നസ്ബ് ആയിരിക്കും, ഖബറ് ലമ്മായിരിക്കും. അഥവാ നസ്ബ് ലമ്മ എന്ന് പറഞ്ഞാല് റഫ് എന്നാണ് അതിന്റെ സാങ്കേതിക പേര്.
ലമ്മ് അതിന്റെ അടയാളമാണ്. ലമ്മ ഉപയോഗിച്ചിട്ടാണ് റഫ് ചെയ്യുക എന്ന് പറയും. ലമ്മ അതിന്റെ അടയാളമാണ്. അടയാളങ്ങളിൽ ഒരു അടയാളം റഫാണ്. അടയാളങ്ങളിൽ ഒരു അടയാളമാണ് റഫ് കേട്ടോ. നെസ്ബ് എന്ന് പറയുന്ന നെസ്ബിന്റെ അടയാളങ്ങളിൽ ഒരു അടയാളമാണ് ഫത്ഹ്. ഓക്കെ, ഈ സാങ്കേതിക പേര് നമ്മൾ പിന്നെയും വരും, അതുകൊണ്ട് അതിൽ മനസ്സിലായോ ഇല്ല എന്നുള്ളൊരു വിഷയമല്ല. ഇന്ന വന്നാൽ ഇന്നയുടെ നാമത്തിന് ഫത്ഹ് കൊടുക്കണം. അതിന്റെ കൺക്ലൂഷൻ പാർട്ട് അഥവാ ഖബറിന് ലമ്മ ആയിരിക്കണം. നമ്മൾ കൊടുക്കണ്ട, അവിടെ ഉണ്ടാവും. മറ്റൊരു ഫത്ഹ് കൊടുക്കണം നമ്മൾ. അത് ലമ്മ കൊടുക്കണ്ട, ലമ്മ ഉണ്ടാകും. ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മാറ്റിക്കളയരുത്. ലമ്മാണെങ്കിൽ ലമ്മ മാറ്റിക്കരുത്. അപ്പൊ ഇസ്മിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇസ്മിന്റെ കാര്യമാണ് പ്രധാനം. നമ്മൾ ഇനി അതിന്റെ ഓപ്പോസിറ്റ് പറയും. ഇനി അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സന്ദർഭം ഉണ്ടാവും. ഇന്ന അല്ലാതെ വേറെ കാര്യങ്ങൾ വരും. അപ്പൊ ഓപ്പോസിറ്റ് വരും. അപ്പൊ നമുക്ക് തിരിച്ചും പറയേണ്ടി വരും. ഇവിടെ അതിന്റെ ഖബറിന് ലമ്മ ആയിരിക്കണം എന്ന് പഠിച്ചു വയ്ക്കണം കേട്ടോ. അത് പറയാൻ വേണം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കഴിഞ്ഞ പരീക്ഷയുടെ മൊത്തത്തിലുള്ള അവലോകനം എന്താ? പരീക്ഷ എല്ലാം ഡിപ്പാർട്ട്മെന്റിലാണ് പോയിരിക്കുന്നത്, എന്റെ അടുത്തല്ല വരുന്നത്. പരീക്ഷ ഭവൻ കോഴിക്കോടാണ്. റിസൾട്ട് ഒക്കെ പെട്ടെന്ന് നടന്നു വരും. അതിൽ പറഞ്ഞിട്ട് വിത്തിൻ 15 days എന്ന് പറഞ്ഞിട്ടുണ്ട്. വിതിൻ 15 days എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വരും, 15 ദിവസത്തിനും വരും. പേപ്പർ കിട്ടിയെന്ന് മെസ്സേജ് വന്നല്ലേ? അപ്പൊ പണിയൊക്കെ കറക്റ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇഹ്സാൻ. ഇഹ്സാൻ അതാണ് ഇഹ്സാൻ. കുറച്ചുപേരും മിണ്ടാതിരുന്ന നമുക്ക് പണ്ടത്തെ പോലെ നടക്കൂല കേട്ടോ. അലൈഹിസ്സലാം റഹ്മത്തുള്ളാഹ്. ഇഹ്സാൻ എന്ത് പറയുന്നത്? പഠിക്കുന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇഹ്സാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുന്നു. എന്തിനു പഠിക്കുന്നു? ഞാൻ 10ലും. 10ാം സ്റ്റാൻഡേർഡ്. മാഷാ അല്ലാഹ്, നമുക്ക് നല്ലൊരു സ്റ്റുഡന്റിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ റാങ്ക് വാങ്ങിക്കണം കേട്ടോ. മാഷാ അല്ലാഹ്. കഴിഞ്ഞ പരീക്ഷ നന്നായിട്ട് എഴുതിയോ? എഴുതി. മാഷാ അല്ലാഹ്. അപ്പൊ സ്കൂളിൽ അറബിയാണോ പഠിക്കുന്നത്, അതല്ല മലയാളമാണോ? സ്കൂളിൽ അറബിയ. സ്കൂളിൽ അറബിയാണ്. സ്കൂളിലെ അറബിയേക്കാളും നന്നായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് നമ്മുടെ ക്ലാസ് സ്കൂളിലെ അറബി പഠിക്കുന്നതിനേക്കാളും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഇവിടെ അറബി ആയ കാരണം അവിടെ നല്ല സിമ്പിൾ ആവും. അപ്പൊ അതിന് നന്നായിട്ട് മാർക്ക് വേണം. അത് CBSE ആണോ? അല്ല, സ്റ്റേറ്റ് സിലബസ് ആണ്. ഇംഗ്ലീഷോ മലയാളമോ? ഇംഗ്ലീഷാണ്. ഓക്കെ, അപ്പൊ അതില് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നല്ല മാർക്കോടുകൂടി ജയിക്കണം കേട്ടോ. ടോപ്പ് മാർക്കായിരിക്കണം. ശരി, അപ്പൊ എല്ലാ ദിവസവും ചോദിക്കുമ്പോഴും ഉത്തരം പറയണം. പറയുമ്പോൾ ഞാനാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് പറയാൻ നിൽക്കണം കേട്ടോ. ചില ആൾക്കാര് മൈക്ക് ഓൺ ചെയ്യാൻ തന്നെ പ്രയാസമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് മറുപടി പറയണം. അപ്പൊ എല്ലാവരും സഹകരിക്കണം കേട്ടോ. എല്ലാവരും ഉത്തരം പറയാനും ചോദിക്കുമ്പോൾ പറയാനും ഒക്കെ പെട്ടെന്ന് റെഡി ആയിട്ടിരിക്കണം. എന്നാലാണ് നമ്മുടെ മൈൻഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അത് എൻ്റെ അടുത്ത് ചോദിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മളെ മൈൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. നമ്മൾ ഉത്തരം പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും, നമ്മൾ മൈൻഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മളെ മൈൻഡ് ഡെഡ് ആയിരിക്കും. അപ്പൊ ചില ആൾക്കാരെ പേര് വിളിച്ചിട്ട് ആരും ഒന്നും മിണ്ടാത്ത ആൾക്കാരുണ്ട്. ചിലപ്പോൾ കുട്ടികൾ അടുത്തുണ്ടാകാം, ചിലപ്പോൾ അസൗകര്യം ഉണ്ടാകാം. ഞാനത് മനസ്സിലാക്കുന്നു, ഇതൊക്കെ ഉണ്ടാകാം. ഏതായാലും നമ്മൾക്ക് മിക്കവാറും പറഞ്ഞ പോലെ 8:30 മുതൽ 9:15 വരെയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. 3/4 മണിക്കൂറിനാണ് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത്. പക്ഷെ നമ്മൾ 1 hour എടുക്കുന്നുണ്ട്. പിന്നെ സംശയങ്ങൾ തീർത്തു പോകുന്നുണ്ട്. കാരണം ഇടയ്ക്ക് നിങ്ങൾക്ക് ആക്ടിവിറ്റി വരും. ആ ആക്ടിവിറ്റി ഈ പഠിക്കാത്ത അതായത് ഞാൻ ചർച്ച ചെയ്യാത്ത വിഷയത്തിലേക്കും ഞാൻ വായിക്കാത്ത ഭാഗം അടക്കം ചോദ്യം വരും. നമ്മൾ ചർച്ച ചെയ്യാത്ത വിഷയത്തിലേക്ക് ക്വസ്റ്റ്യൻ പോകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
അത് നമ്മൾ ഇന്ന മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുള്ളൂ. ഇന്ന മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇന്നയുമായി ബന്ധപ്പെട്ട സൊസൈറ്റിക്കും നിങ്ങൾക്ക് വരിക. ഒരു സംശയമുണ്ട്. ഇന്നന്റെ കൂടെ സർവനാമം ചേരുമ്പോ പിന്നെ അതിന് ശേഷം വരുന്ന ഇസ്മിന് ഫത്താവത്തല്ല നമ്മ വരുത്ത്. അതിനെന്തില്ല, സർവനാമത്തിന് മാറ്റമുണ്ടാകും. സർവനാമത്തിന്റെ അവസാനം മാറ്റം ഉണ്ടാകുന്നത്. സർവനാമങ്ങളെല്ലാം എന്താണ്? അന്ത്യം ഉറച്ചതാണ്. അപ്പൊ സർവനാമം സാധാരണത്തിൽ എങ്ങനെയാണോ വരുന്നത് അതേപോലെ ആയിരിക്കും വരിക. ഇന്നഹു എന്നുള്ള എപ്പോഴും എന്തായിരിക്കും? ഇന്നഹു എന്നേ വരുള്ളൂ. അതെ അതെ. അല്ല എന്റെ സംശയം അതിന് ശേഷം വരുന്ന ഇസ്മ ഉണ്ടല്ലോ, ഇസ്മ ഇന്ന. അപ്പൊ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു, ഞാൻ നാമവാക്യം പറയുമ്പോൾ ബാക്കി പറയാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇപ്പൊ ഓർമ്മിച്ച് നന്നായി. കാരണം ഇപ്പൊ ഇസ്മു ഇന്ന എന്ന് പറഞ്ഞപ്പോ ഇന്നഹു എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇന്ന ചേർത്ത് ആരെ കുറിച്ചാ പറയുന്നത്? ഇന്നെ കുറിച്ച് ഹുവയെ കുറിച്ചാണ് പറയുന്നത്, അവനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പാഠത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു ഇന്നക്ക ഫാലിബുൻ ലക്കീൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന ഉപയോഗിച്ച് ആരെ കുറിച്ചാ പറഞ്ഞത്? അൻത, ഇന്നെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ആ സ്റ്റുഡന്റിനെ കുറിച്ചാണ് ഇന്നക്ക എന്ന് പറഞ്ഞത്, തീർച്ചയായും നീ എന്ന് പറഞ്ഞു. അപ്പം ആ നീയെ കുറിച്ചാണ്, അൻതയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അയാളെ കുറിച്ച് എന്ത് പറയുന്നു? ഫാലിബ് എന്ന് പറയുന്നു. അതാണ് ഈ നാമവാക്യം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതാണ് ഫസ്റ്റ് പാർട്ട്, ബിഗിനിങ് പാർട്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതാണ് ഇൻഫർമേറ്റീവ് പാർട്ട്, ഖബർ. അപ്പൊ ഇവിടെ ഇന്നയുടെ ഇസ്മ ഏതാണ്? അൻതയാണ്. ഇന്നക്ക എന്ന് പറഞ്ഞപ്പോ അൻതയാണ്. അപ്പൊ അവിടെയുള്ള അതിന്റെ അടയാളം അതിന്റെ കൂടെ പോകും. ഇന്നക്കയിലെ ഫത്തഹല്ല നെസ്ബ് കേട്ടോ. ഇന്നക്കയിലെ ഫത്തഹ്, ഇന്നക്ക എപ്പോഴും കിതാബുക്ക നമ്മൾ പറഞ്ഞ പോലെയാണ്. കിതാബുക്ക നിന്റെ പുസ്തകം, അവിടെ കാ തന്നെ ഉള്ളൂ. അത് കാ എന്നുള്ളത് കിതാബുക്കി ആവൂല. കിതാബുക്കി മാറ്റി പറഞ്ഞാല് അത് പെണ്ണിനോട് പറയുന്നതാവും. അവനോട് കിതാബുക്ക തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ സർവനാമത്തിന്റെ അടയാളം മാറുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ അതിന് ശേഷം ഒരു സ്വതന്ത്ര നാമം വരുമ്പോഴാണ് അതിന്റെ അടയാളം മാറ്റുന്നത്. ഓക്കെ. അപ്പൊ നമ്മളെ ഖബറിന്റെ കാര്യം, ഖബറിന് ലമ്മാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്ന് പറയാം, അല്ലെങ്കിൽ ലമ്മായിരിക്കണം എന്ന് പറയാം. അപ്പൊ ലമ്മാണ് അവിടെ. ഇന്നൊക്കെ താലിബൻ ലമ്മാണ്. അപ്പൊ ഇസ്മ ഇന്ന എന്ന് പറയുന്നത് അവിടെ ഇന്നക്ക എന്നുള്ളത് എന്താണ്? ഇന്ന അധികം അൻതയാണ്. ഇന്ന അധികം അൻതയാണ്. ഇവിടെ താഴെ ടേബിൾ എഴുതിയിട്ട് ഇന്ന അധികം അൻതയാണത് ഇന്നക്ക. ഇന്ന അധികം ഹുവയാണ് ഇന്നഹു. അപ്പം അതിന്റെ ഇസ്മു ഇന്ന ഏതാണ്? ഹുവയാണ് ഇസ്മു ഇന്ന. ഇന്നക്ക എന്ന് പറഞ്ഞാൽ അൻതയാണ് ഇസ്മു ഇന്ന. ഇന്നക്കി എന്ന് പറഞ്ഞാൽ അൻതിയാണ് ഇസ്മു ഇന്ന. ഇന്നി എന്ന് പറഞ്ഞാൽ അനയാണ് ഇസ്മു ഇന്ന. അപ്പൊ അവിടെ ഒന്നും എന്റെ അല്ല അടയാളത്തിന്റെ വിഷയം ഉദിക്കുന്നില്ല. കാരണം സർവനാമങ്ങൾ എപ്പോഴും അന്ത്യമുറച്ചതാണ്. അതെങ്ങനെയാണോ വരുന്നത് അങ്ങനെയേ വരുള്ളൂ. അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എടുത്ത് കിതാബിൽ ചേർത്ത് നോക്കണം. ഹു എടുത്ത് കിതാബിൽ ചേർത്താൽ എന്ത് വരും? കിതാബ് ഹു അല്ലേ? അതിനടുത്ത് ഹുമ്മിൽ ചേർത്താൽ കിതാബ് ഹും. അപ്പൊ ഇന്ന വന്നുകൊണ്ടല്ല കിതാബ് ഹു എന്നോ കിതാബ് ഹും എന്നോ വന്നു. അത് ഏത് ചേർത്താലും കിതാബ് ഹു അല്ല. ഇന്നഹും എന്ന് വന്നത് ഇന്ന വന്നുകൊണ്ടല്ല, മറിച്ച് എന്താണ്? കിതാബിൽ ചേർത്താൽ അങ്ങനെയാണ് വരിക. കിതാബ് ഹും, കിതാബുക്ക, ഇന്നക്ക, കിതാബുക്ക. അപ്പൊ അതേപോലെ അപ്പൊ വേറെ ഒന്നിനോട് ഈ സർവനാമം ചേർത്താൽ ക, കും, കീ, കും എന്നിങ്ങനെ ചെയ്യാൻ വരിക. ഹു, ഹും, ക, കും, യ, ന, ഹ ഇങ്ങനെയാണ് വരിക. കിതാബു ഹു, കിതാബു ഹും, കിതാബുക്ക, കിതാബുക്കും, കിതാബി, കിതാബുന, കിതാബുഹ. ഇന്ന വന്നാലും ഇന്നഹു, ഇന്നഹും, ഇന്നക്ക, ഇന്നക്കും, ഇന്നി, ഇന്ന, ഇന്നഹ ഇങ്ങനെ വരുള്ളൂ. അപ്പൊ അതെങ്ങനെയാണോ വരുന്നത് അങ്ങനെ തന്നെ വരുള്ളൂ. സർവനാമം ഇതിന് മാറ്റമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ചയില്ല പറയേണ്ടത്. ഇനി അഥവാ ഇസ്മു ഇന്ന എന്ന് ഏതെന്ന് ചോദിച്ചാൽ ഹുവയാണ് ഇസ്മു ഇന്ന. ഇന്നക്ക എന്ന് പറയുമ്പോൾ അതിന്റെ ഇസ്മു ഇന്ന ഏതാന്ന് ചോദിച്ചാൽ അൻതിയാണ് ഇസ്മു.
എന്ന് മനസ്സിലാക്കിയാലേ അതിന്റെ ഖബറാണ് മറ്റേതെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഓക്കെ. ഷറഫുദ്ദീൻ സാഹിബാണ് ചോദിച്ചത്. ഞാൻ നേരത്തെ നാമവാക്യം പൂർണ്ണമായിട്ടും പറയുമ്പോൾ അത് പറയാൻ വിചാരിച്ചിരുന്നതാണ്. അതെ, അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ പറയാ നിങ്ങൾ കേൾക്കുകയും ചെയ്തു, ഇത് കേൾക്കുകയും ചെയ്തു, കാര്യം എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. ഓക്കെ, വാഹിദ് ആരാണ്? അസ്സലാമലൈക്കും. വലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി. ഇടയ്ക്ക് മൈക്ക് ഓൺ ചെയ്യാത്തതാ? അപ്പൊ അവിടെ ബിഗിനിങ് പാർട്ട് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഒറ്റ നാമമായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി എന്താണ്? ഒരു ഫ്രൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഖബർ എന്താണ്? ഒരു ഫ്രൈസ് ആണ്, ഒരു കൂട്ടം വാക്യങ്ങളായിട്ടാണ് എന്നാണ് വന്നിരിക്കുന്നത്. അതെന്തല്ല, ഒറ്റ നാമമാണെങ്കിൽ മാത്രമേ നമുക്ക് അടയാളം നോക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യാതിരുന്ന എന്താ? നമ്മളെ പേര് വിളിച്ചപ്പോ എവിടെയായിരുന്നു? ഞാനിടക്കൊന്ന് അടുക്കളയിലോട്ട് പോയിരുന്നു. അറിയാൻ വേണ്ടി ചോദിച്ചാ. അപ്പൊ ഫുഡൊക്കെ റെഡിയാ? അപ്പൊ ഫുഡ് കഴിക്കാം അല്ലേ? കഴിയുന്ന വർക്കൊക്കെ നേരത്തെ തീർക്കാൻ നോക്കുക കേട്ടോ. നമ്മള് കാരണം നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇനി അങ്ങോട്ട്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, കാര്യമായ ഭാഗമാണ്. അതായത് കുറച്ചുകൂടി സീരിയസ് ആയില്ല, ഭാരം എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. നേരത്തെ കുറെ ആദ്യത്തെ പകുതിയൊക്കെ നമുക്ക് വെറുതെ പഠിച്ചു പോകാവുന്നതായിരുന്നു, വായിച്ചു പോയാൽ മനസ്സിലാവുന്നതായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. ശ്രദ്ധിച്ചാൽ ഒന്നുമില്ല, ശ്രദ്ധിച്ചില്ലേ ഒന്നും മനസ്സിലാവില്ല. ശ്രദ്ധിച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല, ശ്രദ്ധിച്ചില്ലേ ഒന്നും മനസ്സിലാവില്ല. കാരണം പിന്നീട് സാങ്കേതിക പദങ്ങളൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ ഇസ്മാണ്, ഇന്ത്യയുടെ ഖബറാണെന്നൊക്കെ പറഞ്ഞ് എന്താ ഖബർ എന്നൊക്കെ പറഞ്ഞിട്ട് അന്തം വിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ ആകുമ്പോൾ നിങ്ങൾ ആരും ചോദിക്കുന്നില്ലല്ലോ, എനിക്കും ചോദിക്കാൻ മടിയുണ്ടാവും. ആരും ചോദിക്കില്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും ചോദിക്കാറ്. വേറെ ആരാ പേര് വിളിച്ചിട്ട് മിണ്ടാഞ്ഞത്? അത് പോയാ? ഒരാളുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഇനി അറ്റൻറ്റീവ് ആയിരിക്കണം, പണിയൊക്കെ നേരത്തെ തീർക്കുക കഴിയുന്നത്. നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം വീട്ടിലെ സാഹചര്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതൊന്ന് പരിഗണിക്കുന്നു, എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ. അതുകൊണ്ട് നോക്കുക. സുലേഖ എന്ത് പറ്റി? അതൊരു കുറച്ച് ആളുകളുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അവർക്കും കൂടെ മനസ്സിലാവണം നമ്മൾ പഠിക്കുകയാണ് എന്നത്. അവർക്ക് എന്താണ് പഠിക്കാൻ വേണ്ടിയുള്ള ഉത്തേജനങ്ങൾ നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഫാമിലി ആയിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറെ ദീർഘനാളായിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവർ ഇതിന് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അങ്ങ് എടുത്ത് ചോദിക്കുന്നത്. വേറെ ഒന്നും വിചാരിക്കരുത്. നമുക്ക് സാഹചര്യങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, അറിയാം. നമ്മൾ അവർക്കും കൂടി എന്താ പറയാ, ഒരു ഉത്തേജനം കൊടുക്കുക, വേണ്ടതുപോലെ ചെയ്യാം. അതേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും അറ്റൻറ്റീവ് ആയിരിക്കണം. പേര് എപ്പോഴും വിളിക്കും. പേര് വിളിച്ചാൽ പിന്നെ കാലം ചോദിക്കും. ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചെന്ന് ഒരു ചോദ്യം ചോദിച്ചില്ലേ? തീരുമാനിച്ചോന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? ആർക്കൊന്നും തോന്നിയില്ല. എന്താ തോന്നിയത്? കംപ്ലീറ്റ് ആക്കണം. ഈ നമ്മൾ എടുത്ത തീരുമാനത്തിൽ കംപ്ലീറ്റ് ആക്കണം. അപ്പൊ നമ്മൾ ഒരു നീയത്ത് വെക്കണം. നീയത്ത് വെച്ചിരിക്കുക നിങ്ങള്. അപ്പൊ നീയത്ത് വെച്ച് ഭരണനമസ്കാരത്തിന് കൈകെട്ടിയാ പിന്നെ വിട്ടിട്ട് പോകാൻ പാടില്ലെന്നാണ്. കാര്യം എന്താ? നീയത്ത് വെച്ച് പിന്നെ എന്ത് ചെയ്യാ? അസംത്ത് പത്തവക്കലല്ല, ഗോൾ സെറ്റ് ചെയ്യാന്ന് പറയും. ഗോൾ സെറ്റ് ചെയ്യാന്ന് ഇവര് വെള്ളക്കാരൻ പഠിപ്പിച്ചത് 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇസ്ലാമിലുണ്ട്. അവർ ജൂറാസിക് പീരീഡ് എന്ന് പറയുന്നത് ജൂറാസിക് പീരീഡിൽ പഠിപ്പിച്ച അധ്യാപനങ്ങളാണ് അവരിപ്പോ വലിയ കാര്യമായിട്ട് പുസ്തകങ്ങൾ എഴുതി മില്യൺ കണക്കിന് കോപ്പി വിറ്റോണ്ടിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കുന്നില്ല അതിന്റെ പ്രാധാന്യം. അതിന് ഗോൾ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ശിവഖേരയുടെ പുസ്തകങ്ങൾ നോക്കിയാൽ കുറെ പേജാണ് ഗോൾ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പ്രോസസ്സൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളൊന്നുമില്ല. പിന്നെ എന്താ പറയാ, ഇമാം ബുഖാരിയുടെ കിതാബ് തുറന്നു നോക്കിയാൽ, അല്ലെങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥം തുറന്നു നോക്കിയാൽ ആദ്യം തന്നെ കാണുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്.
every activity should be begun with a goal setting. അല്ലേ? എല്ലാ പണിയും ഗോൾ സെറ്റ് ചെയ്തിട്ട് വേണം തുടങ്ങാൻ. അപ്പൊ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറയണം 4 റക്അത്താണ് നിസ്കരിക്കാൻ പോണത്, അല്ല 2 റക്അത്താണ് നിസ്കരിക്കാൻ പോണെന്ന് പറയണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ കോഴ്സ് 1 വർഷത്തെയാണ്. അപ്പൊ 1 വർഷം നിങ്ങൾ നമ്മളോട് ഉണ്ടാവണം, ഇടയ്ക്ക് വിട്ടു പോകരുത്. മുൻകൂട്ടി പറഞ്ഞത് അതിന് വേണ്ടിയാ. 1 വർഷത്തെ കോഴ്സാണ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയാ. ഓക്കെ, അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് 1 വർഷം മുമ്പ് തീർക്കാം. എന്തായാലും ദുആ ചെയ്യുക, ദൃഢനിശ്ചയം ചെയ്യുക, അതോടൊപ്പം അതിനുവേണ്ടി പണിവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇذنില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈർ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.